സാധാരണ ഉണ്ടാകുന്ന കുറച്ചൊരു കോമൺ ഡൗട്ട്സ് നമ്മളൊരു പ്രസൻറ്റേഷനായിട്ട് കമ്പൈൽ ചെയ്തിട്ട് അത് അഡ്രസ്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് OP-യിൽ ചിലപ്പോൾ ചോദിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാതിരിക്കുമോ, അല്ലെങ്കിൽ മറന്നു പോവുമോ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പല ഇൻഫർമേഷൻസ് കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഒരു സംശയം തീർക്കാനുള്ളൊരു അവസരമാണിത്. സോ ഞാൻ ആ സ്ലൈഡ്സ് ഒന്ന് ഓടിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അത് നോക്കാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഫസ്റ്റ് നമ്മളെ കാണാൻ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ലൈക്ക് വെൻ ഈസ് മൈ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നായിരിക്കും നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഡേറ്റ് എന്നാണ്. ഡ്യൂ ഡേറ്റ് അഥവാ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഇനീഷ്യൽ ഡേയ്സിലാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ റെലവൻസ് ഉള്ളത് നമ്മുടെ അടുത്തൊരു ഫസ്റ്റ് മുതൽ നമ്മളെ കാണിക്കാതെ ഇടയിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ കുറച്ച് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ആ സ്ലൈഡിൽ കാണാം, ഒരു 280 days അല്ലെങ്കിൽ 9 months and 7 days ഫ്രം ദി ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് വിൽ കമ്പയർ വിത്ത് ദ ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള തുടക്കത്തിലുള്ള ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്കാനിലെ ബേബിയുടെ ഗ്രോത്തും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്കാനുകളിൽ ബേബിയുടെ വെയ്റ്റിനനുസരിച്ച് ചിലപ്പോൾ ആ ഡേറ്റിൽ വ്യത്യാസം വരാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന സ്കാനിൽ യൂഷ്വലി അങ്ങനെ കാണാറില്ല. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽസിലൊക്കെ ചെയ്യുമ്പോൾ ചില പേഷ്യൻസ് ചില സംശയം പറയാറുണ്ട്, ഈ സ്കാൻ വെച്ചിട്ട് ഡേറ്റ് മാറിയിട്ടുണ്ട് ഡോക്ടർ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബേബി മദറിൻ്റെയും ഫാദറിൻ്റെയും രണ്ടുപേരുടെയും പ്രൊഡക്റ്റാണ്. സോ രണ്ടുപേരുടെയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ആ ബേബിയുടെ വെയിറ്റ് ക്യാൻ വേരി ഡിപ്പെൻഡ്, ആ ജനറ്റിക് ഫാക്ടേഴ്സ് വെച്ചിട്ട് ബേബിയുടെ വെയിറ്റ് വേരി ചെയ്യാം. സോ ഒരു കൂടുതൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഒരു ബേബി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബേബിയുടെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഒരു മുന്നോട്ടുള്ള സ്കാനുകളിൽ ഒരു തേർഡ് മന്ത് കഴിഞ്ഞിട്ട് ഒരു 8 months 7 months എടുക്കുന്ന സ്കാനിൽ ബേബിയുടെ വെയിറ്റ് വെച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസിൽ വ്യത്യാസം വന്നാൽ ഈ പറഞ്ഞ ഡ്യൂ ഡേറ്റിൽ ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ സബ്സീക്വൻറ്റ് സ്കാൻസിൽ ഫൈൻഡിങ്സ് വെച്ചിട്ട് വി കനോട്ട് ചേഞ്ച് ദ ഇനീഷ്യൽ ഡേറ്റ് വി ഹാവ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്കാൻ അല്ലെങ്കിൽ NT സ്കാനിൽ നമ്മൾ ബേബിയുടെ ഗ്രോത്തും നിങ്ങളുടെ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചിട്ടുള്ള വളർച്ചയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു ഡേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഈ ഡേറ്റ് സെറ്റ് ചെയ്യുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ എയിം ഈസ് ടു റീച്ച് ദാറ്റ് ആ ഒരു ഡേറ്റ് വരെ എത്തുന്നതിനാണ്. അപ്പോൾ ഓരോ സമയത്തും ബേബി വളർച്ച ഘട്ടങ്ങളിൽ ബേബിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ ബേബിയുടെ വളർച്ച കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അതിനോടനുബന്ധിച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യുന്നത് ഈ ഡേറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ജസ്റ്റേഷണൽ ഏജ് നമ്മൾ വീക്സിലും ഡേയ്സിലൊക്കെയാണ് കാൽക്കുലേറ്റ്, അത് വെച്ചിട്ടാണ് നമ്മളത് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് 2 സ്കാനാണ് നമ്മൾ ഡേറ്റിംഗ് സ്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് വേറൊരു സംശയം കോമൺ ആയിട്ട് വരുന്നത്, ക്യാൻ ഐ വർക്ക്? അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ആയിട്ട് വരുന്ന പലർക്കും ഉണ്ടാകുന്ന വളരെ ഒരു സംശയമാണ്, മുൻപ് ചെയ്തിരുന്ന ജോലികൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. സോ ഡെഫിനറ്റ്ലി നമ്മൾ പറയും വാട്ട് എവർ യു ആർ ഡൂയിങ് അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. ലൈക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി ആക്ച്വലി വർക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്തിരിക്കുന്നതായിരിക്കും എപ്പോഴും പ്രഗ്നൻസിയിലുള്ള നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകൾ നിങ്ങൾക്കൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് നിങ്ങളുടെ പ്രഗ്നൻസിയിൽ പർട്ടിക്കുലർലി എന്തെങ്കിലും കോൺട്രാൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ വിൽ ഡിസ്കസ് ഇൻ ദ OP. ഓക്കെ, സോ ഓൾവേസ് ട്രൈ ടു കണ്ടിന്യൂ വാട്ട് എവർ വർക്ക് യു ആർ ഡൂയിങ് ബിഫോർ പ്രഗ്നൻസി. ഓക്കെ, ദെൻ അടുത്തൊരു സംശയമാണ് ട്രാവൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ. ട്രാവൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് വയ്ക്കുമ്പോൾ ആദ്യം ഈ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ വരുന്ന അല്ലെങ്കിൽ വീട്ടിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോകുന്നതൊക്കെയാണ് ഈ ട്രാവൽ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ ചോദിക്കുന്നത്. ട്രാവൽ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. യു ക്യാൻ ട്രാവൽ ഈദർ ഇൻ കാർ, ഓട്ടോ, ബസ്, ട്രെയിൻ ഓർ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. പിന്നെ നമ്മൾ 2 വീലേഴ്സിൽ ട്രാവൽ ചെയ്യുന്നതിന് കുറച്ച് പ്രിക്കോഷൻസ് പറയും. ബിക്കോസ് പ്രഗ്നൻസിയുടെ തുടക്കകാലത്ത് നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം തോന്നാറുണ്ട്, ചിലർക്ക് തലകറക്കം തോന്നാറുണ്ട്. അതെല്ലാം പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസിൻ്റെ ഒരു ഭാഗമാണ് BP കുറയുക എന്നുള്ളത്. കുട്ടിയിലേക്ക് കണ്ടിന്യൂസ്ലി ബ്ലഡ് ഫ്ലോ എൻഷ്യൂർ ചെയ്യാനായിട്ട് മദറിൻ്റെ BP ആ സമയത്ത് കുറവായിരിക്കും. അപ്പോൾ BP കുറയുമ്പോൾ
പ്രഗ്നൻ്റ് അല്ലെങ്കിൽ പോലും BP കുറയുമ്പോൾ തലചുറ്റൽ വരാറുണ്ട്. സോ 2 വീലറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു റിസ്ക് ഉള്ളത് കാരണം നമ്മൾ സപ്പോർട്ടഡ് അല്ലല്ലോ 2 വീലറിൽ, അപ്പുറം നമുക്ക് സപ്പോർട്ട്സ് ഇല്ല. സോ അതുകൊണ്ട് 2 വീലറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ കുറച്ച് കോഷ്യസ് ആയിരിക്കണം. കുറച്ചൊരു സേഫ് ഡിസ്റ്റൻസിൽ പോകുന്നതിനും 2 വീലർ ട്രാവൽ ചെയ്യുന്നതിനും കുഴപ്പമില്ല. അതുപോലെ തന്നെ ലോങ് ജേർണീസ് ഇപ്പോൾ കാറിലോ ട്രെയിനിലോ ഒക്കെ ദൂരയാത്ര പോകുന്നതിനും കുഴപ്പമില്ല. പക്ഷേ അറ്റ് എ സ്റ്റേജ് കണ്ടിന്യൂസ്ലി നിങ്ങൾ ട്രാവൽ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് വേണം ട്രാവൽ ചെയ്യാൻ. അതായത് ഒരു 1 or 2 hours കഴിയുമ്പോൾ വണ്ടി നിർത്തി നിങ്ങളൊന്ന് ഇറങ്ങി നടക്കുമോ. ബിക്കോസ് കണ്ടിന്യൂസ്ലി കാല് അനങ്ങാതിരുന്നാൽ കാലിലുള്ള ബ്ലഡ് ഫ്ലോ കുറച്ചൊന്ന് സ്ലോ ആകാനും അതിനുള്ളിൽ ത്രോംബസ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനൊരു റിസ്ക് പ്രഗ്നൻസിയിലുണ്ട്. സോ കണ്ടിന്യൂസ് ഒരു ദൂരം ഒരു എയർ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ പോലും എയർപ്ലെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഇതേപോലെ റിസ്ക് ഉള്ളത് കാരണം കണ്ടിന്യൂസ്ലി ഇരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കാലനക്കി പാദങ്ങളിങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റ്സ് ഇങ്ങനെ ഫ്ലക്സ് ചെയ്ത് ഒരു മൂവ്മെൻറ്റ്സിൽ മസിലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കണ്ടിന്യൂസ്ലി ആ മസിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂവ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതിന് അത് ഓരോ എയർലൈൻസിൻ്റെ പെർട്ടിക്കുലേഷൻസ് അവരുടെ റെഗുലേഷൻസ് ഉണ്ടാക്കും. ഇന്ന് കുറച്ചൊരു ജസ്റ്റേഷണൽ ഏജ് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് ചിലർ പറയാറുണ്ട്. സോ വി ക്യാൻ ആക്ച്വലി പ്രൊവൈഡ് സർട്ടിഫിക്കറ്റ് വെദർ യു ആർ ഫിറ്റ് ടു ട്രാവൽ ഓർ നോട്ട്. അത് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ ട്രാവൽ ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്ന കറക്റ്റ് പോസ്റ്റർ എങ്ങനെയായിരിക്കണം? അപ്പർ ഈസ് ഓക്കെ, ലോവർ പാർട്ടിൽ നമ്മുടെ ടമ്മിയുടെ താഴെ കൂടെ ആയിരിക്കണം, ബേബിയുടെ മുകളിൽ കൂടെ അല്ല, ടമ്മിയുടെ മുകളിൽ കൂടെ അല്ല, ടമ്മിയുടെ താഴെ വേസ്റ്റ് ലൈൻ കൂടെ ആയിരിക്കണം താഴത്തെ ബെൽറ്റ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ പ്രഗ്നൻസിയിൽ എന്തൊക്കെ കഴിക്കാം, എന്തെങ്കിലും കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് OP വരുമ്പോൾ ഉള്ളത്. നമ്മൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അലർജി ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. ഓക്കെ. അതായത് അൺഹെൽത്തി ആയ ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഒബ്വിയസ്ലി ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യണം, റോ അൺകുക്ക്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യണം, ഹൈ മെർക്കുറി ഫിഷ് അവോയ്ഡ് ചെയ്യണം. കുക്ക്ഡ് ഫുഡ് പർട്ടിക്കുലർലി അതിൽ നിന്ന് അറിയേണ്ട കുക്ക്ഡ് ഫുഡ് ആയിരിക്കണം. ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. സ്പൈസി ആയിട്ടുള്ള ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ കോമൺ ആയിട്ടുള്ളൊരു സംശയം, നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ്റെ ഒരു ക്ലാസ് പുറകെ വരുന്നുണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡയറ്റിൽ അവിടെ ഡിസ്കസ് ചെയ്യും. നമ്മൾ OP കോമൺ ആയിട്ട് കഴിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് ആണിത്. കുങ്കുമപ്പൂവ് കഴിച്ചാൽ കുട്ടിക്ക് നിറത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത് ഒരിക്കലും ഇല്ല. കുഞ്ഞിൻ്റെ നിറം ഇറ്റ് ഈസ് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ്. അമ്മയുടെ, അച്ഛൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ, നമ്മുടെ ഫാമിലിയിലെ ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ് ബേബിയുടെ കളർ. അപ്പോൾ സാഫ്രോൺ കഴിച്ചാൽ അതിൽ വ്യത്യാസമൊന്നും വരാനില്ല. അതുപോലെ തന്നെ ക്യാൻ വി ഈറ്റ് പപ്പായ, പൈനാപ്പിൾ, ഡേറ്റ്സ് ഒക്കെ പ്രഗ്നൻസിയിൽ കഴിക്കാമോ എന്ന് സംശയമുണ്ട്. ബിക്കോസ് നമ്മൾ കേട്ട പഴയ കഥകളിലൊക്കെ അബോർഷൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പപ്പായ പൈനാപ്പിൾ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് കഴിച്ചാൽ അബോർഷൻ ഉണ്ടാവില്ല. പപ്പായ, പൈനാപ്പിൾ അബോർട്ടിഫിയേഷൻ എന്ന് പറയാനുള്ളൊരു റീസൺ യൂട്രൈൻ കൺട്രാക്ഷൻസ് അത് ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പീരീഡ്സ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് കഴിച്ചാൽ അറിയാൻ ചിലപ്പോൾ കുറച്ചൊരു ബ്ലീഡിങ് ചിലപ്പോൾ ചിലർക്ക് കൂടുതലായിട്ട് കാണും. അതല്ലാതെ ഈ പ്രഗ്നൻസി അലസിപ്പിക്കാനുള്ള യാതൊരു കാര്യവും അതിനകത്തൊന്നുമില്ല. ഓക്കെ. ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ കഴിക്കുമായിരുന്നു പപ്പായ. നമുക്കൊരു കൊതി തോന്നുവാണെന്നുണ്ടെങ്കിൽ 1-2 പീസോ കഴിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഡേറ്റ്സ് ഇസ് റിച്ച് ഇൻ അയൺ, ഡേറ്റ്സ് കഴിക്കുന്നതിനും യാതൊരു കുഴപ്പമില്ല. പപ്പായ, പൈനാപ്പിളൊക്കെ സേഫാണ്. ദെൻ ഷുഡ് ഐ ഈറ്റ് ഫോർ 2 പേഴ്സൺ? ഞാനുണ്ട്, എൻ്റെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്. അപ്പോൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുട്ടിക്ക് ആവശ്യമുള്ള പോഷകം അമ്മയുടെ ന്യൂട്രിയൻസ് അമ്മയുടെ ബ്ലഡിൽ നിന്ന് ബേബിയിലേക്ക് എത്തിക്കും. അപ്പോൾ 2 പേർക്കുള്ള ഫുഡ് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് വയറ് നിറയുന്നതനുസരിച്ച് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിൽ കഴിച്ചാൽ മതി. ഓക്കെ. ഓവറായിട്ട് കഴിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ദെൻ ഹൗ ഓഫൺ ഷുഡ് ഐ വിസിറ്റ് ദ ഡോക്ടർ? ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. അതായത് ഒരു 28 വീക്സ് വരെ വൺസ് ഇൻ എ മന്ത്, അത് കഴിഞ്ഞ് 36 വീക്സ് വരെ വൺസ് ഇൻ 2 വീക്സ്, ദെൻ വീക്ക്ലി. ഇതൊരു ലോ റിസ്ക് പേഷ്യൻറ്റിന് നമ്മൾ WHO ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് ഇത് പറയുന്നത്. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഓരോ ഇൻഡിവിജ്വൽ പ്രഗ്നൻസിയിലെ ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത്, ബേബിയുടെ ഹെൽത്ത് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിൽ വേരിയേഷൻസ് വരാം. അത് നിങ്ങളെ കാണിക്കുന്ന ഡോക്ടർ അത് കറക്റ്റായിട്ട് നിങ്ങൾ അടുത്ത അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ ആർ അൾട്രാസൗണ്ട് സ്കാൻ സേഫ് ഇൻ പ്രഗ്നൻസി?
നമുക്ക് ബേബിയുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ആകെയുള്ള ഒരു ഓപ്ഷൻ സ്കാൻ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അൾട്രാസൗണ്ട് സ്കാനിൽ ബേബിനെ ഹാം ചെയ്യുന്ന യാതൊരുവിധ റേഡിയേഷൻസും ഇല്ല. ഓക്കെ, അൾട്രാസൗണ്ട് സ്കാനിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് മനസ്സിലായാൽ അത് മനസ്സിലാവും. അതായത് അൾട്രാസൗണ്ടിൽ നമ്മൾ ആ പേരിൽ തന്നെയുണ്ട്, ബേബിയുടെ അടുത്തേക്ക് ആ സ്കാൻ മെഷീനിൽ നിന്ന് ചെറിയ വേവ് ലെങ്ത്തിലുള്ള സൗണ്ട് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരു ഒബ്ജക്റ്റിൽ പോയി തട്ടി കഴിയുമ്പോൾ തിരിച്ചു വരുന്ന വേവ് ലെങ്ത്തിലുള്ള വേറെ ഫ്രീക്വൻസിയുള്ള വേവ് ലെങ്ത്ത് വരും. സോ ആ വേവ് ലെങ്ത്ത് വെച്ചിട്ട് നമുക്ക് മെഷീനിൽ ഇമേജസ് കാണാൻ പറ്റും. സോ അതൊരു സൗണ്ട് വേവ്സ് മാത്രമാണ്, റേഡിയേഷൻസ് ഒന്നുമില്ല. എത്ര സ്കാൻ ചെയ്താലും ബേബിക്ക് യാതൊരു ഹാമും ഇല്ല അതുകൊണ്ട്. ഓക്കെ, ദെൻ ബൈ ഡൂയിങ് മോർഫോളജി സ്കാൻ ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിറ്റക്ട് ഓൾ അനോമലി. അതായത് നമ്മൾ 20ാമത്തെ ആഴ്ചയിൽ 5ാം മാസത്തിൽ കുട്ടിക്ക് ഒരു അനോമലി സ്കാൻ ചെയ്യും, അതായത് അംഗവൈകല്യത്തിലുള്ള സ്കാൻ ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഈ സൗണ്ട് വേവ്സ് വന്നിട്ട് നമുക്കൊരു ഇമേജസാണ് കിട്ടുന്നത്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു ഇമേജസാണ്, ജസ്റ്റ് ലൈക്ക് ഒരു ഷാഡോ പോലെ, ഒരു നിഴൽ പോലുള്ള രൂപമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബേബിയുടെ ഒരു ഓവറോൾ ഇമേജ് കാണാൻ പറ്റും. ലൈക്ക് ഒരു സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ കൂടുതൽ അത്ര ഒബ്വിയസ് ആയിട്ട് കാണുന്നത്, ക്ലിയർ ആയിട്ട് കാണുന്നത് എന്തായാലും പിക്ക് ചെയ്യും. പക്ഷെ മൈന്യൂട്ട് ആയിട്ടുള്ളത് ചിലപ്പോൾ ഒരു 100% അനോമലീസ് ചിലപ്പോൾ പിക്ക് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. അതുപോലെ തന്നെ ഒരു പറയുന്നുണ്ട്, ഒരു 15 to 20% ചിലപ്പോൾ അത് മിസ്സാകാം. ഓക്കെ, ബിക്കോസ് നമ്മൾ ബേബിനെ ഡയറക്റ്റ് നേക്കഡ് ആയതുകൊണ്ട് കാണുകയല്ല, ഇറ്റ്സ് ഓൾ എ ഷാഡോ അല്ലെങ്കിൽ ഒരു ഇമേജസ് മാത്രമാണ്. അതുപോലെ തന്നെ ബേബിയുടെ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഫിസിക്കൽ, അതായത് മെൻ്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് ഈ സ്കാൻ കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, ഒരു പ്രീവിയസ് പ്രഗ്നൻസി ലോസ് ഉണ്ടായാൽ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് റിലവൻറ്റ് ഫോർ ഹു ആർ സിറ്റിംഗ് ഹിയർ, ബിക്കോസ് ഓൾറെഡി കുറച്ചൊരു പ്രഗ്നൻസി മുന്നോട്ട് പോയവരായിരിക്കും അവിടെ ഇരിക്കുന്നത്. ബട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. അതായത് ഒരു തവണ പ്രഗ്നൻസി ലോസ് ആയാൽ വീണ്ടും ഒരു സക്സസ്ഫുൾ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് ഉണ്ട്. നമുക്ക് ആ ചാർട്ട് നോക്കിയാൽ അറിയാം. ഇപ്പോൾ 3 മിസ്കാരേജ് കഴിഞ്ഞാലും വീണ്ടും ഒരു മിസ്കാരേജ് വരാൻ ഒരു 30% റിസ്ക് ഉണ്ട്. സോ ഇപ്പോഴത്തെ എഴുതിയിരിക്കും നിങ്ങൾക്ക് വായിക്കാൻ, ദാറ്റ് ഈസ് 30% മിസ്കാരേജ് ഉണ്ടായാലും ദർ ഈസ് 70 to 80% ചാൻസ് ദാറ്റ് യു ക്യാൻ ഹാവ് എ നോർമൽ പ്രഗ്നൻസി ഈവൻ ഇഫ് യു ഹാവ് എ മിസ്കാരേജ്. ഓക്കെ, ദെൻ വെയ്റ്റ് ഗെയിൻ ഇൻ പ്രഗ്നൻസി. ഐഡിയലി ഒരു 8 to 10 kg ആണ് ഒരു ഹെൽത്തി വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് ഇൻഡിവിജ്വൽസ് BMI. വെയിറ്റ് കൂടുതലുള്ള ഒരാൾക്ക് ഇത്രയും 8 to 10 kg കൂടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് BMI വളരെ കുറവുള്ളവർക്ക് കുറച്ചും കൂടി വെയിറ്റ് കൂടേണ്ടതുണ്ട്. സോ ഒരു ആവറേജ് നമ്മൾ പറയുന്നത് 10 kg ആണ്. ദെൻ ഈ 10 kg നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ദ പ്രഗ്നൻസി ഇൻ ടു 3, ഫസ്റ്റ്, സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മാസം വി എക്സ്പെക്ട് ഓൺലി 1 to 2 kg. ദെൻ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു 5 kg, തേർഡ് ട്രൈമസ്റ്ററിൽ ഒരു 5 kg ആണ് ഒരു നോർമലി എക്സ്പെക്റ്റഡ് വെയിറ്റ് ഗെയിൻ. സോ ആദ്യത്തെ ട്രൈമസ്റ്ററിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ബേബി സ്മോൾ ആണ്, പ്ലസൻ്റ് അത്ര ഡെവലപ്ഡ് അല്ല. അപ്പോൾ ബേബീനെ ഹോൾഡ് ചെയ്യുന്നത് കുറച്ച് ഹോർമോൺസ് ഈ പ്ലസൻ്റയിൽ നിന്ന് വരണം. സോ പ്ലസൻ്റയിൽ നിന്ന് ഹോർമോൺസ് വരുന്നത് വരെ നമ്മുടെ ഓവറിയിൽ ഒരു ചെറിയ സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഹോർമോൺസ് വരുന്നത്. ഓക്കെ, ഈ പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ കുറച്ചൊരു എമറ്റോജനിക് എന്ന് പറയുന്നത് ഛർദി വരാൻ ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഫസ്റ്റ് 3 months ബോഡിയിൽ കൂടുതലുള്ളത്. ആ ഹോർമോണിൻ്റെ വാല്യൂ ഒന്ന് കുറയാനായിട്ട് ഒരു 15 weeks എടുക്കും. ഓക്കെ, അപ്പോൾ ഒരു പീക്ക് വരുന്നത് ഒരു 10 to 14 weeksൻ്റെ ആ സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഹോർമോൺ ഭയങ്കര പീക്കിൽ നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് വോമിറ്റിങ്ങിനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. സോ ഫസ്റ്റ് 2 months വോമിറ്റിംഗ് കൂടുതലുള്ളവർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരിക്കാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വോമിറ്റ് ചെയ്ത് വെയിറ്റ് ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആദ്യത്തെ ഫസ്റ്റ് 3 months വെയിറ്റ് ഗെയിൻ ഇല്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ആക്ച്വലി നോർമലാണ്. ചിലർക്ക് അങ്ങനെ ആയിരിക്കും. ആ സമയത്ത് ആരും ആ കുട്ടീനെ ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് എന്തായാലും കിട്ടും. പിന്നെ അമ്മയുടെ ക്ഷീണം കുറയ്ക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ആദ്യത്തെ 3 മാസങ്ങളിൽ വെയിറ്റ് ലോസ് ഈസ് നോർമൽ. ദെൻ അത് കഴിഞ്ഞാൽ 1 kg per month ആണ് നമ്മളൊരു ഏകദേശം ഒരു ഐഡിയൽ വെയിറ്റ് ഗെയിൻ പറയുന്നത്.
ഈ പറഞ്ഞല്ലോ 2 പേരുള്ളത് കാരണം 2 പേർക്കുള്ള ഫുഡ് കഴിച്ചാലത്തെ പ്രശ്നം എക്സസീവ് വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഒരുപാടായാലും പ്രശ്നങ്ങളാണ്. വെയിറ്റ് ഗെയിനിൻ്റെ പ്രശ്നങ്ങളാണ്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, അമ്മയ്ക്ക് ഷുഗർ ഉണ്ടാകാം, ബേബിയുടെ വെയിറ്റ് കൂടാം. അങ്ങനെ ആ പ്രശ്നങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് വെയിറ്റ് ഗെയിൻ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് കാലിലുള്ള നീര് പലർക്കും ഒരു കൺസേൺ ആണ്. നോർമലി പ്രഗ്നൻസിയിലുണ്ടാകുന്ന ഒരു നോർമൽ ചേഞ്ചാണ് കാലുകളിൽ നീര് വരുന്നത്. അത് കാരണങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ ഗർഭപാത്രം വളരുന്നതനുസരിച്ച് യൂട്രസിന് വലിപ്പം വയ്ക്കുമ്പോൾ ബ്ലഡ് ഫ്ലോയിൽ വേരിയേഷൻസ് വരുന്നതുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് പാർട്സിൽ നീര് വരും. ഡിപ്പെൻഡൻറ്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നിൽക്കുമ്പോൾ നമുക്ക് താഴെ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ കാലിലാണ് യൂഷ്വലി നീര് വരുന്നത്. നോർമലി പ്രഗ്നൻസിയിൽ നീര് വരുന്നത് 2 കാലിലും ഒരേപോലെ ആയിരിക്കും നീര് വരുന്നത്. അത് യൂഷ്വലി നൈറ്റ്, അതായത് ദിവസം തുടങ്ങി ഈവനിങ് ആകുമ്പോഴത്തേക്കും ആ നീര് കൂടിക്കൂടി വന്ന് രാത്രി നിങ്ങൾ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും യൂഷ്വലി ആ നീര് കുറഞ്ഞു പോകുന്നതാണ്. ഇത് നോർമലാണ് പ്രഗ്നൻസിയിലും. ഈ പറഞ്ഞ പോലെ ഒരു കാലിൽ മാത്രം നീര് വരിക, അപ്പോൾ അതെന്തെങ്കിലും ലോക്കൽ കോസസ് കൊണ്ടായിരിക്കാം. കാലിൽ എന്തെങ്കിലും, അതായത് ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും വേരിയേഷൻസ് കൊണ്ട് അങ്ങനെ വരാം. അതല്ലെങ്കിൽ ഈ നീര് കൂടിക്കൂടി വരികയാണ്, പകൽ അത് കൂടി വന്നിട്ടും രാത്രിയിൽ അത് കുറഞ്ഞു പോകുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേറെ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് കൊണ്ടായിരിക്കും അങ്ങനെ നീര് വരുന്നത്. യൂഷ്വലി ഹൈപ്പർ ടെൻഷൻ അൺകൺട്രോൾഡ് ആയി പോകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻറ്റ് പാർട്സിൽ, അതല്ലാതെ ഫേഷ്യൽ പഫിനെസ്, കയ്യിലൊക്കെ നീര് വരുന്നത്, ഇതെല്ലാം പെത്തോളജിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണം, നമുക്കത് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ആർ ഓൾ മെഡിസിൻസ് സേഫ് ഇൻ പ്രഗ്നൻസി? അബ്സല്യൂട്ട്ലി അല്ല. എല്ലാ മെഡിസിൻസും നമുക്ക് പ്രഗ്നൻസിയിൽ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. ടെറട്ടോജനിക്, അതായത് കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ വരുത്തുന്ന പല മെഡിസിൻസ് ഉണ്ട്. സോ വെനെവർ യു ആർ പ്രഗ്നൻറ്റ്, വെൻ യു ആർ കൺസൾട്ടിങ് എ ഡോക്ടർ, യു നീഡ് ടു റിവീൽ ദാറ്റ് യു ആർ പ്രഗ്നൻറ്റ്. പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് മാത്രമാണ് നിങ്ങൾ കഴിക്കാവുള്ളൂ. ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് എടുക്കരുത്. OTC എന്ന് പറഞ്ഞാൽ ഓവർ ദ കൗണ്ടർ, നിങ്ങൾ കോമൺ ആണ് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇന്ന അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പ്രഗ്നൻസിയിൽ അങ്ങനെ ചെയ്യരുത്. ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ളതാണോ എന്ന് കടലിൽ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ പറയണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻസ് നിങ്ങൾ ഓൾറെഡി പ്രഗ്നൻസിക്ക് മുമ്പ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിസിറ്റിൽ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പറയണം. ചിലപ്പോൾ എല്ലാ മെഡിസിൻസും പ്രഗ്നൻസിയിൽ സേഫ് ആയിരിക്കണം എന്നുമില്ല. ഓക്കെ, ഇനി പ്രഗ്നൻസിയിൽ എടുക്കേണ്ട മെഡിസിൻസ് ഏതൊക്കെയാണ്? നമ്മൾ യൂഷ്വലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുമ്പോൾ തന്നെ ഫസ്റ്റ് വിസിറ്റിൽ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഫോളിക് ആസിഡ് ബേബിയുടെ ന്യൂറൽ ഡെവലപ്മെൻറ്റിന്, ബ്രെയിൻ, സ്പൈനൽ കോഡിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് യൂഷ്വലി തരാറുണ്ട്. പിന്നെ അയണും കാൽഷ്യം തരാറുണ്ട്. കാൽഷ്യം ബേബിയുടെ ബോൺ ഗ്രോത്തിന് വേണ്ടിയിട്ടും അയൺ ബേബിക്ക് വേണ്ടിയിട്ടും മദറിനും വേണ്ടിയിട്ടുമാണ്. സോ അത് കണ്ടിന്യൂസ്ലി കഴിക്കണം. പിന്നെ അയണും കാൽഷ്യവും നിങ്ങൾ ഒരുമിച്ച് കഴിക്കരുത്. അയണും കാൽഷ്യം ഒരുമിച്ച് കഴിച്ചാൽ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കില്ല. അയൺ രാവിലെ ആണെങ്കിൽ കാൽഷ്യം രാത്രി കഴിക്കണം. അതുപോലെ തന്നെ അയൺ കഴിക്കുമ്പോൾ കോമൺലി കാണുന്ന ബുദ്ധിമുട്ടാണ് കുറച്ച് ഗ്യാസ്ട്രൈറ്റിസ് കൂടുതലായിട്ട് ഉണ്ടാകും. സോ ഒരു ടിപ്പ് അയൺ കഴിക്കാനായിട്ട് നിങ്ങൾ ഒന്നുകിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ, അത് ഭക്ഷണത്തിനോടൊപ്പം തന്നെ അയൺ ഗുളിക കഴിക്കാം. അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് ഒരുപാട് നേരത്തെ മുമ്പ് തന്നെ അയൺ കഴിക്കണം. നിറയെ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ അയൺ കഴിക്കുമ്പോൾ വരുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. വയറ് മുറുകിയായിരിക്കും പോകുന്നത്. സോ വെള്ളം നന്നായിട്ട് കുടിക്കണം. അയൺ കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല, പ്രഗ്നൻസിയിൽ ഓൾ ടുഗദർ വെള്ളം നന്നായിട്ട് കുടിക്കണം. അതുപോലെ തന്നെ ചിലർക്കൊരു മെലീൻ, അതായത് സ്റ്റൂൾ ബ്ലാക്ക് കളറിൽ പോകാറുണ്ട് അയൺ കഴിച്ചത്. അത് അയൺ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് ബ്ലാക്ക് കളറിൽ സ്റ്റൂൾ പോകുന്നത് നോർമലാണ്, അത് പേടിക്കണ്ട. ഓക്കെ, ഇനി ഇതൊരു കോമൺ സംശയമാണ്, പ്രഗ്നൻസിയിൽ സെക്സ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ലോ റിസ്ക് പേഷ്യൻ അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദ വിമൺ ഈസ് കംഫർട്ടബിൾ സെക്ഷൽ കോൺടാക്ട് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. ഒരു പ്രീ ടേം ഡെലിവറി, അതായത് മാസം തികയുന്നതിന് മുമ്പ് ഡെലിവറി നടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ പ്ലസൻ്റ പ്രീവിയ, അതായത് മറുപിള്ള താഴെ ആകുമ്പോൾ ഒരു റിസ്ക് ഉള്ളത്, ബ്ലീഡിങ് വരാനൊരു റിസ്ക് ഉണ്ട്. സോ അങ്ങനെയുള്ളപ്പോൾ സെക്ഷൽ കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, പിന്നെ ഒരു 5 months ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും വരുന്നൊരു സംശയമാണ്, കുഞ്ഞിൻ്റെ അനക്കം കിട്ടുന്നില്ല ഡോക്ടറെ, എപ്പോഴാണ് അനക്കം കിട്ടി തുടങ്ങുക എന്നുള്ളത്. സോ നമുക്ക് ഒരു തവണ പ്രഗ്നൻ്റ് ആയ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മദറിന് ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പ്രഗ്നൻസിയിൽ കുറച്ചുകൂടി നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉള്ള കാരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഒരു
18 to 22 വീക്സിലാണ്, അതായത് 18 ആഴ്ച അല്ലെങ്കിൽ 22 വീക്സ്. 18 വീക്സിൽ മൾട്ടീസൺ ആയിരിക്കും, അതായത് ഓൾറെഡി പ്രഗ്നൻസി ഉള്ളവർക്കായിരിക്കും 18 വീക്സിലൊക്കെ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ 20 വീക്സ് കഴിഞ്ഞ് 22-24 വീക്സിലൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിങ്ങനെ വലിയൊരു ബേബി ഇങ്ങനെ ഭയങ്കര മൂവ്മെൻറ്റ്സ് ഒന്നും അറിയാൻ പറ്റില്ല. ഒരു ഫെദറി ടച്ച് അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്, ഒരു ലൈറ്റ് ഫെദർ ടച്ച്, ഒരു ജസ്റ്റ് ഇങ്ങനെ വന്ന് പതുക്കെ ഇങ്ങനെ തലോടുന്ന പോലെയൊക്കെയാണ് ആദ്യത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഫീൽ ചെയ്യുള്ളൂ. നന്നായിട്ട് ബേബിയുടെ കൈയും കാലും ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ മൂവ്മെൻറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 28 വീക്സ് ഒക്കെ കഴിയണം. അതുപോലെ തന്നെ ഈ മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പറയാം കുഞ്ഞുങ്ങളൊരു ദിവസം ഫുൾ ടൈം ഒരുപാട് സമയം അവർ ഉറങ്ങും. ഒരു 20 hours 22 hours ഒക്കെ അവർ കിടന്നുറങ്ങും. ആകെ കുറച്ച് സമയമാണ് അവർ ഉണർന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതലും മിക്കവാറും നിങ്ങൾക്ക് നൈറ്റ് ടൈമിലായിരിക്കും അനക്കം കൂടുതൽ കിട്ടുന്നത്. മിക്കവർക്കും അങ്ങനെയാണ്, നിർബന്ധമില്ല. അതുപോലെ തന്നെ നമ്മളൊരു നോർമൽ മൂവ്മെൻറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 24 hours ഒരു 10 മൂവ്മെൻറ്റ്സ് ഇസ് നോർമൽ. അതല്ലെങ്കിൽ ഒരു 1 hour ഒരു 3 മൂവ്മെൻറ്റ്സ് ഇസ് നോർമൽ. സോ ഇതെല്ലാ ബേബീസിനും ഒരുപോലെ ആവണം എന്നില്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നിങ്ങളുടെ ബേബിക്ക് ഒരു മൂവ്മെൻ്റ്, ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം, വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ മൂവ്മെൻറ്റ് കൗണ്ടിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് തോന്നുകയാണ്, മൂവ്മെൻറ്റ് എന്തെങ്കിലും കുറഞ്ഞ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അലാമിംഗ് ആണ്. അങ്ങനെ ഒരു അനക്കക്കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലേബർ റൂമിലേക്ക് വരാം. അവിടെ 24 hours ആൾക്കാരുണ്ടാകും. ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യണം, ആവശ്യമെങ്കിൽ ഗ്രാഫ് എടുക്കുക അല്ലെങ്കിൽ സ്കാൻ ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. സോ ഏകദേശം നിങ്ങളുടെ ബേബിയുടെ മൂവ്മെൻറ്റ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ ഭയങ്കര വറി ആയിട്ടുള്ളൊരു സംശയമാണ് ഉറങ്ങുന്നതിൻ്റെ പൊസിഷൻ. ഏത് പൊസിഷനിൽ ഉറങ്ങിയാൽ അല്ലെങ്കിൽ അങ്ങനെ കിടന്നാൽ ഇങ്ങനെ കിടന്നാൽ കുഞ്ഞിന് ഹാമാകുമോ? ഇതൊക്കെ ചില കഥകളിൽ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കേട്ടിട്ട് വീട്ടിലുള്ളവർ അല്ലെങ്കിൽ മുതിർന്നവർ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് നൈറ്റിലൊരു 8 hours സ്ലീപ്പ് അല്ലെങ്കിൽ പകലൊരു 2 hours സ്ലീപ്പ് കിട്ടിയാൽ നല്ല കാര്യമാണ്. പക്ഷേ പ്രഗ്നൻസി മുന്നോട്ട് പോകുന്തോറും ഈ 8 hours സ്ലീപ്പ് അത്ര കാര്യമായിട്ട് കിട്ടണം എന്നില്ല. മുന്നോട്ട് പോകുന്തോറും അതിന് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. നമുക്കറിയാം കുഞ്ഞ് വലുതാവുന്നതനുസരിച്ച് യൂട്രസ് വലുതാകും, ഗർഭപാത്രം വളർന്ന് ഇത് നമ്മുടെ ഈ സിഫിസ്റ്റോണ്, അതായത് ചെസ്റ്റ് ബോണ്ട് താഴെ വരെ എത്തുന്ന ആ സമയത്താകുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്ട്രസ് ആയിരിക്കും. അതായത് നമുക്ക് ആ സമയത്ത് ഗർഭപാത്രം വയറിലുള്ള ബാക്കി ഓർഗൻസിൻ്റെ സ്പേസും കൂടി ഒക്കുപ്പൈ ചെയ്യുകയാണ്. അപ്പോൾ മുകൾ ഭാഗത്തുള്ള ലങ്സിൻ്റെ സ്പേസും കുറച്ചത് ഒക്കുപ്പൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു നോർമൽ ആളുകളെ പോലെ ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു നോർമലി ഉള്ള പോലെ ചെറിയൊരു ശ്വാസം, നോർമൽ ആൾക്കാരെക്കാളും കൂടുതലായിട്ട് ഒരു ശ്വാസം അല്ലെങ്കിൽ കിതപ്പ് കോമൺലി കാണാറുണ്ട്. ഇതിന് നോർമലി ഒരു ഡിസ്നി ഓഫ് പ്രഗ്നൻസി എന്ന് പറയും. സോ മലർന്ന് കിടക്കുമ്പോൾ അത് കൂടുതലായിട്ട് ചിലർക്ക് പറയാറുണ്ട്. അപ്പോൾ ഈ പൊസിഷൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരം മലർന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ബേബി, അതായത് യൂട്രസ് വലുതായി വന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്ന 2 വലിയ വെസൽസ് ഉണ്ട് ബാക്കിൽ. അപ്പോൾ യൂട്രസിനകത്ത് കംപ്രസ് ചെയ്യുമ്പോൾ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൽ ചിലപ്പോൾ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്ന കുറയും, അപ്പോൾ നമ്മുടെ BP കുറയും. അപ്പോൾ കുറേ നേരം മലർന്ന് കിടക്കുമ്പോൾ BP ഫോൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും. സോ കണ്ടിന്യൂസ്ലി മലർന്ന് കിടക്കരുതെന്നേ ഉള്ളൂ. കുറച്ച് നേരം കിടക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഏതർ സൈഡ്, റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ തിരിഞ്ഞ് കിടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അല്ലാതെ ചിലർ പറയും ഇടതുവശം കിടക്കരുത് വലതുവശം കിടക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. ഏത് വശം വെച്ച് കിടന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് കിടക്കാനായിട്ട് എഴുന്നേറ്റിരുന്ന് കറങ്ങണം, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിന് കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റുന്നു, അങ്ങനെയൊക്കെ കുറേ മിസ്കൺസെപ്റ്റ്സ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് പൊസിഷനിലും വേണമെങ്കിലും കിടക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 3 months നിങ്ങൾ കമന്ന് കിടന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് 3 months യൂട്രസ് പെൽവസിൻ്റെ ഉള്ളിലാണ്, ഈ അരക്കെട്ടിൻ്റെ എല്ലിൻ്റെ ഉള്ളിലാണ്, വയറിൽ എത്തിയിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ കമന്ന് കിടന്നാലും ഒരു കുഴപ്പമില്ല. 6 months വരെ ഈ പറഞ്ഞ പോലെ കുറേ നേരം മലർന്ന് കിടന്നാലും കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ ഈ കുറേ നേരം മലർന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിടക്കാൻ പറ്റാണ്ടാവും. ഈ പറഞ്ഞ പോലെ BP കുറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കിടക്കേണ്ടി വരും. ഓക്കെ, റൈറ്റ് സൈഡ് ഈസ് ഓർ ലെഫ്റ്റ് സൈഡ് ഈസ് ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. The over anxiety regarding sleep position is not required. അതിനെപ്പറ്റി ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. രാത്രിയിൽ അറിയാണ്ട് ഇപ്പുറത്തേക്ക് മറിഞ്ഞോ അപ്പുറത്തേക്ക് മറിഞ്ഞോ എന്നും പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ടെൻഷൻ അടിക്കേണ്ട കാര്യമോ ഇല്ല. ഓക്കെ. ഇനി നമുക്ക് പ്രഗ്നൻസിയിൽ നിങ്ങൾ കാണുന്നൊരു കോമൺ കുറച്ച് പ്രോബ്ലംസ്, ഇതെല്ലാം പ്രഗ്നൻസിയിൽ
ശരീരത്തിലുണ്ടാക്കുന്ന നോർമൽ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളിൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, നോസിയ, വോമിറ്റിംഗ്, അതായത് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരുന്ന കാര്യം. പ്രഗ്നൻസി തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റമാണ്. അതായത് വാ തൊട്ട് താഴെ ഏനസ് വരെ പ്രശ്നങ്ങളുണ്ടാകും. അതായത് പ്രഗ്നൻസിയിൽ ഒരു 9 months ബേബിനെ നമ്മുടെ വൂമിൽ ക്യാരി ചെയ്യണം. സോ ആ 9 months യൂട്രസ് റിലാക്സ് ചെയ്തിരിക്കണം. അപ്പോൾ യൂട്രസ് റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് ബോഡിയിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ടാകും. ആ ഹോർമോൺ യൂട്രസിൽ മാത്രമല്ല ആക്ട് ചെയ്യുക, ബാക്കിയുള്ള ഓർഗൻസിലും ചിലപ്പോൾ കുറച്ച് എഫക്റ്റ് ഉണ്ടാകും. സോ റിലാക്സേഷൻ ഉണ്ടാകും ബോഡിയിൽ. അപ്പോൾ ഈ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിലും ആ ഹോർമോൺസ് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റവും പതുക്കെയാകും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള ഹോർമോണിൻ്റെ എഫക്റ്റിൽ എമറ്റോജനിക് അഥവാ ഛർദി ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ എഫക്റ്റിൽ എപ്പോഴും ഒരു ഓക്കാനം വരിക, ഛർദി ഉണ്ടാകും. അതുപോലെ തന്നെ വായിൽ എപ്പോഴും വെള്ളം വരും, ഭയങ്കര സലൈവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫുഡ് പൈപ്പിൽ നിന്ന് വയറിലേക്ക് ഫുഡ് പോകുന്ന ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടെയും കുറച്ച് ഡിലേ ഉണ്ടാകും. അവിടെയത്തെ സ്ഫിങ്ചസ്, അവിടെ ഉണ്ടാകുന്ന ആ ഒരു കൺട്രോളൊക്കെ റിലാക്സ്ഡ് ആകും. അപ്പോൾ എന്താകും, വയറിലുള്ള ഗ്യാസ് ഫുൾ റീഗജിറ്റേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഒരുപാട് ഗ്യാസ് വരും. വയറ്റിൽ നിന്നുള്ള ഫുഡ് ട്രാൻസിറ്റ് ചെയ്യാനുള്ള സമയം കുറയും. ബവൽ മൂവ്മെൻറ്റ്സ് പതുക്കെയാകുമ്പോൾ ഇത് കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഈ ഫുഡ് ഒരുപാട് സമയം നമ്മുടെ വയറ്റിൽ കുടലിൽ കിടക്കുമ്പോൾ കുടൽ വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വരുന്ന മോഷൻ ഭയങ്കരമായിട്ട് ഹാർഡായിരിക്കും. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനുള്ള റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ യൂട്രസ് വലുതായി വരുമ്പോൾ ഈ കാലിൽ നീര് വരുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ വരുന്നത് പോലെ തന്നെ ഏനസിൻ്റെ അവിടെ ഏനൽ പൈൽസ് വരാനുള്ള റിസ്ക് ഉണ്ട്. പൈൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കാലിൽ ഞരമ്പ് തടിച്ച്, വെരിക്കോസ് വെയിൻ തടിച്ച് കിടക്കുന്ന പോലെ ഏനൽ മാർജിനിലുള്ള വെയിൻസ് തടിച്ച് കിടക്കുന്നതാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. സോ അതിനുള്ള റിസ്ക് കൂടുതലുണ്ടാകും. പിന്നെന്താ, വജൈനൽ ഡിസ്ചാർജ്, അതായത് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ വജൈനൽ ഡിസ്ചാർജ് കുറച്ച് കൂടുതലായിരിക്കും. അത് നോർമലും അബ്നോർമലും തമ്മിൽ തിരിച്ചറിയാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുമ്പോൾ യൂട്രസ് വലുതാകുമ്പോൾ യൂട്രസിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ യൂട്രസ് ഒരു ഓർഗൻ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല, അതിന് അപ്പുറം ഇപ്പുറമൊക്കെ കണക്ഷൻസ് ഉണ്ട്. ബാക്കിൽ നമ്മുടെ സ്പൈനുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്. അപ്പോൾ യൂട്രസ് വലുതാകുമ്പോൾ ആ സ്പൈനായിട്ടുള്ള കണക്ഷൻ ലിഗമെൻസിൽ വലിച്ചിലുണ്ടാകുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാകും. നമ്മുടെ ഫ്രണ്ടിൽ 2 കാലിൻ്റെയും ഇടയിൽ തൊടയുടെ അവിടെയും ഒരു ലിഗമെൻ്റ് ഉണ്ട്. അവിടെ വലിയുമ്പോൾ ആ 2 സൈഡിലും ചെറിയ വലിച്ചിലുണ്ടാകും. പിന്നെ ഹോർമോണിൻ്റെ എഫക്റ്റിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാകും. ചിലർക്ക് കഴുത്തിൽ കറുപ്പ് വരും, വയറിൽ സ്ക്രാച്ചസ് അല്ലെങ്കിൽ മാർക്സ് ഉണ്ടാകും. അതൊക്കെ ഈ പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നോർമൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഇതെല്ലാം. സോ ഇതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു നോക്കാം. കുറേയൊക്കെ നമുക്ക് മെഡിസിൻസ് ഉണ്ട്, പക്ഷെ എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. പ്രഗ്നൻസി ഇതെല്ലാം ഈ പ്രോബ്ലംസ് എല്ലാം ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് പ്രഗ്നൻസി. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ ഈ നോസിയ, വോമിറ്റിംഗ് ഒഴിവാക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഫുഡ് എന്തായാലും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലഘുഭക്ഷണങ്ങൾ ചെറിയ ഇടവേളകളിൽ അടുപ്പിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ലൈറ്റ് മീൽസ് കഴിക്കുക. നിങ്ങൾക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് കഴിക്കുക. ഇന്നത് കഴിക്കണമെന്ന് ആരെയും നിർബന്ധിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ കഴിക്കാം. ഓയിൽ ആൻഡ് സ്പൈസി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. ഇനി ഇൻട്രാക്റ്റബിൾ വോമിറ്റിംഗ് ഉണ്ടാകും, പക്ഷേ നമുക്കൊരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ വോമിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ വന്നാൽ ചിലപ്പോൾ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം. വായിലൂടെ വെള്ളം കുടിക്കാൻ പറ്റാത്തത് നമുക്ക് ഡ്രിപ്പായിട്ട് ഫ്ലൂയിഡ്സ് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലേബർ റൂമിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ലേബർ റൂമിൽ വരാം. ലേബർ റൂമിൽ വരുമ്പോൾ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഡീഹൈഡ്രേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. സോ മെഡിസിൻസ് തന്ന് ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഹാർട്ട് ബേൺ, ഈ ഗ്യാസ്ട്രൈറ്റിസ്, അതായത് ആ സ്ഫിങ്ചർ ആക്ടിവിറ്റി കുറച്ച് സ്ലോ ആകുമ്പോൾ ഗ്യാസ്ട്രിക് സ്റ്റൊമക്കിൻ്റെ ഉള്ളിലുള്ള ആസിഡ് റിഫ്ലക്സ് കൂടുന്നതുകൊണ്ടാണ് ഈ ഹാർട്ട് ബേൺസ് വരുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ സ്മോൾ മീൽസ് എടുക്കുക. രാത്രി കിടക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ഈ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. റിഫ്ലക്സ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് റിഫ്ലക്സ് കൂടും. സോ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ തലയുടെ ഭാഗം കുറച്ച് പൊക്കി വെച്ച് കിടക്കുക. രാത്രി കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക. ഈ പറഞ്ഞ പോലെ ട്രാൻസിറ്റ് സമയം കുറവായത് ഭക്ഷണം
വയറിൽ നിൽക്കുന്ന സമയം കൂടുതലായിരിക്കും, പതുക്കെ ആയിരിക്കും വയറ്റിൽ നിന്ന് അത് എംപ്റ്റി ചെയ്ത് കുടലിലേക്ക് പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു 6 മണിക്കൂർ നോർമൽ ആൾക്ക് 6 hours കൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണം വയറിലെത്തി വയറിലെ മെക്കാനിസം ഒക്കെ കഴിഞ്ഞ് കുടലിലേക്ക് പോകും. ഈ പ്രക്രിയ പ്രഗ്നൻസിയിൽ കുറച്ച് കൂടുതൽ നേരം നിൽക്കും. അപ്പോൾ ഈ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ ഈ ഭക്ഷണം ഫുൾ വയറിലാകുമ്പോൾ നമുക്ക് കാണിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ വോമിറ്റിംഗ് ആനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിരിക്കും. സോ നിങ്ങൾ കിടക്കുന്നതിന് 2 hours മുമ്പെങ്കിലും ഫുഡ് കഴിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ OPയിൽ ഗ്യാസിൻ്റെ മെഡിസിൻസ് തരും, ആൻറ്റാസിഡ്സ്, സിറപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യും. ദെൻ കോൺസ്റ്റിപ്പേഷൻ കോമൺ ആയിട്ട് വരുന്നതാണ്. അയൺ കഴിക്കുമ്പോൾ അത് കൂടുതലാകും. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, ഒരു 10-12 ഗ്ലാസ് എങ്കിലും അത് കൂടുതൽ കുടിക്കാൻ പറ്റുക അത്രയും നല്ലത്. പിന്നെ ലാക്സേറ്റീവ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ധാരാളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഒരു കോമൺ പ്രശ്നമാണ്. അതിനും യൂഷ്വലി ഇത് പ്രഗ്നൻസി കഴിഞ്ഞൊരു 3-6 months അത് റിസോൾവ് ചെയ്യുന്നതാണ്. ഈ പ്രഷർ എഫക്റ്റ്, യൂട്രസിൻ്റെ പ്രഷർ എഫക്റ്റ് പോയി കഴിയുമ്പോൾ അത് തന്നെ മാറേണ്ടതാണ്. അതെല്ലാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ലോക്കൽ ക്രീംസ് അപ്ലൈ ചെയ്യാം. വെള്ളം നന്നായിട്ട് കുടിക്കുന്നത്, അതായത് ഈ പൈൽസ് വേഴ്സൺ ആവാനുള്ളൊരു കാരണം ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യും. കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്, ബ്ലീഡിങ് വരുന്നത് അല്ലെങ്കിൽ പെയിൻ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതും അവോയ്ഡ് ചെയ്യാനായിട്ട് വെള്ളം കൂടി തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. ദെൻ വെരിക്കോസ് വെയിൻ, അത് ഞരമ്പ് തടിച്ച് കിടക്കുന്നതാണ്. ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്നുള്ളതാണ്. അതൊരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു മാർഗം. കാല് പൊക്കി വെക്കുമ്പോൾ ആ ബ്ലഡ് ഫ്ലോ കുറച്ചും കൂടി കൂടുതൽ സുഗമമായിട്ട് നടക്കും. അതുപോലെ തന്നെ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാം. ഒരുപാട് നേരം നിൽക്കുന്നത്, അതായത് ഈ നിന്നുകൊണ്ടുള്ള ജോലി ചെയ്യുന്നവർക്കാണ് ആക്ച്വലി ഈ വെരിക്കോസ് വെയിൻ കൂടുതൽ വരുന്നത്. അപ്പോൾ ലോങ് അവേഴ്സ് ഓഫ് സ്റ്റാൻഡിങ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ. ദെൻ വജൈനൽ ഡിസ്ചാർജസ് നോർമലാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഇച്ചിങ് ഉണ്ട്. അല്ലെങ്കിൽ ഈ യൂഷ്വലി വരുന്ന ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പെയിൽ കളർലെസ് ഡിസ്ചാർജ് ആയിരിക്കും. പക്ഷെ അതിനെന്തെങ്കിലും ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു തൈര് പോലെ കേർഡി വൈറ്റ് ഡിസ്ചാർജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ ലക്ഷണമാകാം. ഇച്ചിങ് പെരിനിയൽ ഏരിയയിലും വജൈനയിലും ഒക്കെ ഇച്ചിങ് വരുന്നതും ഇൻഫെക്ഷൻ ലക്ഷണമാകാം. നിങ്ങൾ എന്തായാലും പറയണം. ബിക്കോസ് നമ്മൾ ആ ഒരു ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ യൂട്രസിനുള്ളിലേക്ക് അസെൻഡ് ചെയ്യാൻ ഒരു ചെറിയൊരു റിസ്ക് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ OPയിൽ വരുമ്പോൾ പറയണം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഉള്ളിൽ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. മെഡിസിൻസ് കഴിക്കാവുന്നതുണ്ട്, വജൈനയിൽ വെക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഉള്ളതാണ്. അതല്ലാത്ത ഡിസ്ചാർജസ് ഒക്കെ നോർമലാണ്. ഇനി ബാക്ക് ഏക്ക് ഈ ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കൂടുതലായിരിക്കും. സോ അങ്ങനെ വർക്ക് ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ട് പില്ലോയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കിടക്കാം. അതുപോലെ തന്നെ ഒരു ഫേം മാട്രസിൽ കിടക്കാം, ബാക്ക് സപ്പോർട്ടിൽ. അതുപോലെ പില്ലോ ഒക്കെ, അതായത് റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡിൽ ചെരിഞ്ഞ് കിടക്കുമ്പോൾ പില്ലോ ഒരു സൈഡിൽ വെച്ചിട്ട് കിടക്കാം. സോ ഇതിന് ഈ നടുവേദനയ്ക്ക് ആക്ച്വലി ചെറിയ രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പാരസെറ്റമോൾ, പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ പുറമെ പുരട്ടാനുള്ള ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്യാം, ചൂട് പിടിക്കാം. പിന്നെ പ്രഗ്നൻസിയിൽ ബ്ലഡിലെ കുറേ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ കുറേയൊക്കെ മിനറൽസ് ആൻഡ് വൈറ്റമിൻസിലെ വേരിയേഷൻസ് ഉണ്ടാകും. ചിലർക്ക് മഗ്നീഷ്യം ഡെഫിഷ്യൻസിക്ക് ഉള്ളവർക്കൊക്കെ ഇതുപോലെ പെയിൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിച്ചാൽ ചിലവർക്കൊരു വ്യത്യാസം കാണാറുണ്ട്. സോ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് തരുന്നതാണ്, അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ. ദെൻ സ്ട്രെച്ച് മാർക്സ് നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ അത് യൂഷ്വലി അങ്ങനെ കംപ്ലീറ്റ്ലി റിസോൾവ് ചെയ്യാറില്ല. പതുക്കെ അത് ചിലർക്ക് ബ്ലാക്ക് കളറിൽ വരും. ആ കളർ പതുക്കെ ഷെയ്ഡ് ചെയ്തിട്ട് അത് വൈറ്റ് കളറിൽ എന്തായാലും ചിലപ്പോൾ അതങ്ങ് മാറ്റാം. നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സ് ഒരു 100% സക്സസ് ഉള്ള മെഡിസിൻസ് ഒന്നുമില്ല. ഒരു പരിധി വരെ കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അമ്മമാരുടെയൊക്കെ വയറ്റിൽ ഇപ്പോഴും ഉണ്ടാകും. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പാടുകൾ ഇപ്പോഴും ഉണ്ട്. അത് കംപ്ലീറ്റ്ലി എന്തായാലും മാറില്ല. ഓക്കെ. ദെൻ സ്ട്രെച്ച് മാർക്സ് ആൻഡ് പിഗ്മെൻറ്റേഷൻ. ഓക്കെ. പിഗ്മെൻറ്റേഷൻ ബ്ലാക്ക് കളർ യൂഷ്വലി ഡെലിവറി കഴിയുമ്പോൾ അത് മാറുന്നതാണ്. ഓക്കെ. സോ നമ്മൾ ഡ്യൂ ഡേറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു തുടക്കത്തിൽ. എല്ലാവർക്കുള്ള സംശയമാണ് ഞാൻ ആ ഡേറ്റിൽ തന്നെ ഡെലിവറി മീൻസ് എല്ലാവർക്കും ഇപ്പോൾ ഡെലിവറി ഒരു ലൈക്ക് എന്താ ഒരു പ്ലാൻഡ് പ്രോഗ്രാം പോലെയാണ്. അപ്പോൾ ആ ഡേറ്റിൽ തന്നെ ആരെങ്കിലും ഡെലിവറി ചെയ്യുമോ എന്നുള്ളത് നമുക്കത് പറയാൻ പറ്റില്ല. ഒരു 5% ആൾക്കാർ മാത്രമാണ് ഡ്യൂ ഡേറ്റിൽ ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡ്യൂ ഡേറ്റ്, അതായത് ഒരു അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി നാച്ചുറലി പെയിൻ വന്ന് ഡെലിവറി ചെയ്യുന്നത് 5% വരെ ഉള്ളൂ. സോ എല്ലാ പ്രഗ്നൻസിയും നമ്മൾ അങ്ങനെ അല്ലല്ലോ ഡീൽ ചെയ്യുന്നത്. ബിക്കോസ് പലർക്കും
പലർക്കും പല പ്രശ്നങ്ങളുണ്ടാകാം. നമ്മൾ ഈ ഡ്യൂ ഡേറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഓരോ ഘട്ടത്തിലും ബേബിയുടെ വളർച്ച അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ആ സമയങ്ങളിൽ നിങ്ങളെ വിളിച്ച് ചെക്ക് ചെയ്യുന്നത്, ഓരോ ടെസ്റ്റ് ചെയ്യുന്നത്, സ്കാൻ ചെയ്ത് നോക്കുന്നത്. സോ അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡെലിവറി ചിലപ്പോൾ സെറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നേരത്തെ ഡെലിവറി ആക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രശ്നങ്ങളും ഇല്ല, നാച്ചുറലി പെയിൻ വന്ന് ഡെലിവറി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ സൂപ്പർവിഷനും ഇല്ലാണ്ട് ഒരു പ്രഗ്നൻസി അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആകെ 5% പേരാണ് ആ ഡ്യൂ ഡേറ്റിൽ ഡെലിവറി ആവുന്നുള്ളൂ. ചിലപ്പോൾ അതിന് മുമ്പ് ഡെലിവറി ആകാം, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഡെലിവറി ചെയ്യുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി ഡെലിവറി സമയത്ത് പെയിൻ കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? ഇത് ആക്ച്വലി ലേബർ സെക്കൻഡ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് പെയിൻ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ബ്രീതിങ് എക്സസൈസസ് ഉണ്ട്, നമ്മൾ പെയിൻ കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഇഞ്ചെക്ഷനായിട്ട് തരും, അതുപോലെ തന്നെ ഒരു ഗ്യാസ് മിക്സ്ഡ് ഉണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ പെയിൻ കുറയ്ക്കാൻ സഹായിക്കും. കംപ്ലീറ്റ്ലി പെയിൻ റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് എപ്പിഡ്യൂറലാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ദെൻ is it possible to say prior whether I will have a normal delivery or cesarean? ഒരിക്കലും നിങ്ങൾക്ക് നോർമൽ ആകുമെന്ന് നമുക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. ഓക്കെ, ഒരുപാട് കാരണങ്ങൾ അതിനകത്തുണ്ടാകും. ബിക്കോസ് എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അമ്മയുടെ പെൽവിസ് വഴി വെളിയിലേക്ക് വരികയാണ്. സോ ആ ബേബി ആ പാസേജ് വഴി വരുമോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ഫൈൻഡിങ്സ് അനുസരിച്ചേ പറയാൻ പറ്റും. ബിക്കോസ് അതായത് ആ കുഞ്ഞിൻ്റെ തലയ്ക്ക് അല്ലെങ്കിൽ ആ ബേബിയുടെ വെയിറ്റിനനുസരിച്ചുള്ള സ്പേസ് അവിടെ ഉണ്ടായി വരണം. സോ ലേബറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ലേബർ പെയിൻ വരുന്ന സമയത്ത് ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും, കുറേ ഹോർമോൺസിൽ വേരിയേഷൻസ് ഉണ്ടാകും. ആ സമയത്ത് പെൽവിസിലെ ബോൺ ചെറിയൊരു പെർസെൻറ്റേജ് വികസിക്കും. അതിൽ തന്നെ ബേബിയുടെ ഹെഡിൻ്റെ ഡയമെൻഷൻസ് ചെറിയ രീതിയിലൊന്ന് കുറയും. അതായത് ബേബി ആ മദറിൻ്റെ പെൽവിസിലോട്ട് വരാനായിട്ട് കുറച്ചൊരു സ്വന്തമായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഡയമെൻഷൻസ് ഒക്കെ കുറയും. അപ്പോൾ അത് നമുക്ക് നേരത്തെ നോക്കിയാൽ അറിയാൻ പറ്റില്ല അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ആ സമയത്ത് പെയിൻ വന്ന് ഹെഡൊക്കെ ഇറങ്ങിയോ വരുമോ ഇല്ലയോ എന്നുള്ളെങ്കിലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇനി എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റഡ് റീസൺസ് കൊണ്ട് നമുക്ക് നേരത്തെ ഡെലിവറി ആകാൻ സാധ്യതയുള്ള കേസസ് ആണ്. യൂഷ്വലി ഒരു പ്രീവിയസ് സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ പ്രഗ്നൻസി സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ രണ്ടാമത്തേത് സിസേറിയൻ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് പ്ലാസെൻറ്റ പ്രീവിയ അഥവാ പ്ലാസെൻറ്റ അല്ലെങ്കിൽ മറുപിള്ള താഴെയുള്ള കേസസ്, അതായത് കുട്ടി വരുന്ന വഴിയിലാണ് ഈ പ്ലാസെൻറ്റ ഇരിക്കുന്നതെങ്കിൽ കുഞ്ഞിന് വരാൻ സ്ഥലം ഉണ്ടാവില്ല, ആ സമയത്ത് ബ്ലീഡിങ്ങിനുള്ള റിസ്ക് കൂടുതലായത് കാരണം പ്ലാസെൻറ്റ പ്രീവിയ കേസസ് നമ്മൾ ഇലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്യും. മൂന്നാമത്തെ ബ്രീച്ച് പൊസിഷൻ, അതായത് കുട്ടിയുടെ തലഭാഗമല്ല കുട്ടിയുടെ ബ്രീച്ച് അല്ലെങ്കിൽ ഊരഭാഗമാണ് താഴെയെങ്കിൽ നോർമലി ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് നമ്മൾ ഹെഡ് വരുന്ന പോലെ ചിലപ്പോൾ ആ ബട്ടക്സ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നാലും ആ സമയത്ത് ഹെഡ് സ്റ്റക്ക് ആവാനുള്ളൊരു ചെറിയ റിസ്ക് ഉണ്ട്. സോ ബ്രീച്ച് നമ്മൾ നോർമലി വജനൽ ഡെലിവറിക്ക് വെക്കാറില്ല. പക്ഷേ ബ്രീച്ച് കേസസിന് വി യൂഷ്വലി നമുക്ക് ആ ബ്രീച്ചിനെ മാറ്റി നമുക്കതിനെ ഹെഡ് ആക്കാൻ പറ്റും. അതായത് നമ്മളൊരു 32 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബേബിയുടെ ഹെഡല്ല താഴെയെങ്കിൽ വി ക്യാൻ എന്താ പറയുക റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ബേബീനെ. എക്സ്റ്റേണൽ കെഫാലിക് വേർഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഒ പിയിൽ നിങ്ങൾ എക്സാമിൻ ചെയ്തിട്ട് അങ്ങനെയാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദിവസം ലേബർ റൂമിലേക്ക് വിളിപ്പിക്കും, യൂട്രസ് റിലാക്സ് ചെയ്യാനുള്ള മരുന്നുകൾ തന്ന് ബേബീനെ തിരിക്കാൻ നോക്കും. ഒരു 80% കേസസിലും സക്സസ്ഫുൾ ആയിട്ട് തിരിയാറുണ്ട്. ചില ബേബീസ് ഭയങ്കര വാശിയുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പെർട്ടിക്കുലർ കേസസ് ബുദ്ധിമുട്ടുള്ള കേസ് ചിലപ്പോൾ തിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വരും. അതല്ല തിരിയുവാണെന്നുണ്ടെങ്കിൽ വജനൽ ഡെലിവറി പോസിബിൾ ആണ്. ഇനി അവർ തിരിഞ്ഞ് വജനൽ ഡെലിവറിക്ക് വേണ്ടി വരുമ്പോൾ വേറെ കാരണം കൊണ്ടും സിസേറിയൻ ആവും. അത് നമുക്കിപ്പോഴേ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ തിരിക്കുമെന്ന് പറയുന്ന കാര്യം അത് ആക്ച്വലി ഒരു 1 day പ്രൊസീജിയറാണ്. നിങ്ങൾ അഡ്മിഷൻ ആവേണ്ട ആവശ്യമില്ല. രാവിലെ വന്ന് ലേബർ റൂമിൽ വന്ന് ബേബിനെ നമ്മൾ എക്സാമിൻ ചെയ്ത് തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ പോകുന്ന കേസസാണിത്. ഓക്കെ, ദെൻ പിന്നെ സിസേറിയൻ ആവാനുള്ള കാരണങ്ങൾ എസ്സച്ച് ആയിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഈ അറ്റ് ദ ടൈം ഓഫ് ലേബർ അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് വരുന്ന എന്തെങ്കിലും എമർജൻസീസ്, കുട്ടിയുടെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ്, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് യൂഷ്വലി നമ്മൾ പിന്നെ സിസേറിയൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ആവുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ
പറഞ്ഞു ആദ്യത്തെ സിസേറിയൻ ആയ യൂഷ്വലി നമ്മൾ രണ്ടാമത്തെ സിസേറിയൻ ആണ്. പക്ഷേ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ആദ്യത്തെ സിസേറിയൻ ആയവർക്ക് രണ്ടാമത് വജൈനൽ ഡെലിവറിക്ക് ഒരു ചെറിയൊരു സാധ്യതയുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് നിങ്ങളുടെ ആദ്യത്തെ സിസേറിയൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് അനുസരിച്ചിരിക്കും. ഈ പറഞ്ഞ പോലെ ബ്രീച്ചിനാണ് അല്ലെങ്കിൽ പ്ലസൻ്റ പ്രീവയ്ക്കൊക്കെയാണ് ആദ്യം ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രഗ്നൻസിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ആദ്യം ഹെഡ് കുറേ നേരം ഡയലേറ്റ് ചെയ്ത് ഹെഡ് ഇറങ്ങിയില്ല, അങ്ങനത്തെ കേസസ് ഒക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് അമ്മയുടെ പെൽവിസ് അത്ര ആഡിക്വേറ്റ് അല്ലെന്നായിരിക്കും അതിൻ്റെ അർത്ഥം. സോ അങ്ങനെയുള്ള കേസ് ചിലപ്പോൾ രണ്ടാമത് വജൈനൽ ഡെലിവറിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അത് വേറെ പല ഫാക്ടേഴ്സും ഉണ്ട്. എത്ര സിസേറിയൻ പ്രീവിയസ് ഉണ്ടായിരുന്നു, ആദ്യത്തെ ബേബിയുടെ വെയിറ്റ് എത്രയായിരുന്നു, അതുപോലെ തന്നെ ആദ്യത്തെ സിസേറിയൻ ഈ ഡെലിവറിയും തമ്മിലുള്ള ടൈം ഗ്യാപ്പൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് സിസേറിയൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, വയറ് കീറി യൂട്രസിലുള്ളൊരു മുറിവ് ഇട്ടിട്ടാണ് ബേബി പുറത്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ യൂട്രസിലുള്ള മുറിവ് തുന്നി വെക്കും. സോ അവിടെ ഓൾറെഡി ഒരു ഡിഫക്റ്റ് വന്ന് നമ്മൾ ഒരു ആർട്ടിഫിഷ്യലി അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഒരു നാച്ചുറലി ഉള്ള അത്രയും ഒരു സ്ട്രെങ്ത് അവിടെ ഉണ്ടാവില്ല. സോ യൂട്രസിൽ കൺട്രാക്ഷൻസ് വരുമ്പോൾ ആ ഒരു ഏരിയ വീക്ക് ആവാനും അവിടെ ചിലപ്പോൾ അത് വിട്ടുപോകാനും റപ്ചർ ചെയ്യാനുള്ളൊരു റിസ്ക് ഉണ്ട്. സോ അതുകൊണ്ടാണ് പ്രീവിയസ് സിസേറിയൻ യൂഷ്വലി നമ്മൾ സിസേറിയൻ എടുക്കാനുള്ള കാരണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഡെലിവറിക്ക് വേണ്ടിയിട്ട് തന്നെ വേദന വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്കായിട്ട് നാച്ചുറലി പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആർട്ടിഫിഷ്യലി പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നുകൾ തന്നാൽ ഹൈപ്പർ സ്റ്റിമുലേഷൻ അഥവാ കൺട്രാക്ഷൻസ് കൂടിപ്പോകാനുള്ള റിസ്ക് എന്തായാലും ഉണ്ട്. സോ നാച്ചുറലി പെയിൻ വരാനായിട്ട് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് ഫേവറബിൾ ആണെങ്കിൽ മാത്രമാണ് പ്രീവിയസ് സിസേറിയൻ രണ്ടാമത് നമ്മൾ വജൈനൽ ഡെലിവറിക്ക് വെക്കാറുള്ളൂ. ഓക്കെ, അത് നിങ്ങളുടെ കൺസൾട്ടൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ ഐ ഓപ്റ്റ് ഫോർ എ സിസേറിയൻ സെക്ഷൻ? സോ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് കോമൺലി ഇങ്ങനെ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഫിയർ ഓഫ് ലേബർ ആൻഡ് ഡെലിവറി. ഇത് ലേബർ അല്ലെങ്കിൽ ഡെലിവറി പെയിൻ പേടിയുള്ള ഒരുപാട് പേര് വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതൊരു സർജറി പോലെ തന്നെയും സിസേറിയന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ആസ് യു ക്യാൻ സീ, സിസേറിയൻ്റെ സമയത്ത് നമ്മളൊരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ആ സമയത്ത് യൂട്രസ് അല്ലെങ്കിൽ അടുത്തുള്ള ഓർഗൻസിന് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുറിവിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള വേദന ആക്ച്വലി നോർമൽ ഡെലിവറിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ സിസേറിയൻ കഴിഞ്ഞ് ലോങ് ടേം ഉണ്ടാകുന്ന കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ഭാഗത്ത് ഹെർണിയ വരാൻ സാധ്യതയുണ്ട്. അവിടെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. ബ്ലാഡർ, മൂത്രസഞ്ചിയാണ് ഈ യൂട്രസിന് ഫുൾ, അതൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ഒരുപാട് റിസ്ക്കുകളുണ്ട്. പക്ഷെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഉള്ളപ്പോൾ നമ്മൾ അൺനെസസറി ആയിട്ടൊരു സിസേറിയൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങൾ സിസേറിയൻ വേണം അല്ലെങ്കിൽ വജൈനൽ ഡെലിവറി ചെയ്യാൻ പേടിയാണെന്ന് വിചാരിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ, നമുക്ക് റിസ്ക് എടുത്ത് അല്ലെങ്കിൽ വജൈനലി ഡെലിവറി ചെയ്യുന്നത് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ ഈ സിസേറിൻ്റെ റിസ്ക് എല്ലാം അവിടെ താഴ്ന്നു പോവുകയാണ്. സോ നമ്മൾ ആ റിസ്ക് ബെനിഫിറ്റ് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. ഓക്കെ, ഇനി വേറൊരു നമ്മൾ കുറേ കോമൺലി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതല്ലാതെ നിങ്ങൾക്ക് എപ്പോഴാണ് എന്തെങ്കിലും നോർമലി എന്തെങ്കിലും സിംറ്റംസ് വരുമ്പോൾ ഞങ്ങളെ എപ്പോഴാണ് കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വയറിന് വേദന വരുന്നു, അപ്പർ ആൻഡ് ലോവർ അബ്ഡോമിനൽ പെയിൻ, ഈ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ കാലിൻ്റെ ഇടയിലുള്ള ഒടിവിൻ്റെ അവിടെ പെയിൻ വരുന്നതൊക്കെ ലിഗമെൻറ്റിൻ്റെ സ്ട്രെച്ചിനുള്ള പെയിനാണ്. അങ്ങനെ വരുമ്പോൾ അത് ആക്ച്വലി മൂവ്മെൻറ്റിലുള്ള പെയിനാണ്, മസ്കുലോസ്കെലറ്റൽ പെയിനാണ്. അത് നമ്മൾ റെസ്റ്റ് എടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിച്ചാലോ, പാരസിറ്റമോൾ ഇസ് എ സേഫ് ഇൻ പ്രഗ്നൻസി, അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അത് കുറയുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോർമൽ. പക്ഷേ അങ്ങനെ ഒരു നമ്മളെന്തെങ്കിലും റെസ്റ്റ് എടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുത്തിട്ട് അത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇറ്റ്സ് വാറന്റഡ് അറ്റൻഷൻ. സോ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്തായാലും ലേബർ റൂമിൽ വരണം, ചെക്ക് ചെയ്യണം. പല കാരണം കൊണ്ട് വേദന വരാം. അതായത് ലേബർ പെയിൻ കൊണ്ട് തന്നെ വരാം. അതായത് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് പ്രീടം ലേബർ വന്നുകൊണ്ട് വേദന വരാം. അതല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പാണ് വേറൊരു കോമൺ കോസ്. മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ വേദന വരാം. ഗ്യാസ്ട്രൈറ്റിസ്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. അതല്ലെങ്കിൽ പ്രഗ്നൻസി അല്ലാത്ത ഏതൊരാൾക്ക് വയറിൽ വേദന വരാവുന്ന പല കാരണങ്ങൾ. നമുക്ക് വയറിനുള്ളിൽ വേറെയും ഓർഗൻസ് ഉണ്ട്. ഗോൾ ബ്ലാഡർ ഉണ്ട്, ലിവർ ഉണ്ട്, കിഡ്നി ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. അപ്പോൾ
ആ ഓർഗൻസിനും അപ്പൻഡിക്സ് ഉണ്ട്. അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ കൊണ്ടും ഒരാൾക്ക് വേദന വരാം. സോ കുറയാത്ത, അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്താൽ, അല്ലെങ്കിൽ മെഡിക്കേഷൻസ്, പെയിൻ മെഡിസിൻസ് കഴിച്ചിട്ട് കുറയാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലേബർ റൂമിൽ വരണം. ദെൻ ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് പെർ വജൈന. ടുവേർഡ്സ് ഡെലിവറി ഡേറ്റ് സ്പോട്ടിങ് വരുന്നത് ചിലപ്പോൾ ലേബർ പെയിൻ്റെ ലക്ഷണമായിരിക്കാം. പക്ഷേ അതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ലേബർ റൂമിൽ വന്ന് ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യണം. ദെൻ എക്സസീവ് വോമിറ്റിംഗ്, ഞാൻ പറഞ്ഞു ചെറിയ വോമിറ്റിംഗ് ഈസ് ഓക്കെ, പക്ഷേ വോമിറ്റിംഗ് കൂടിപ്പോയാൽ ഡിഹൈഡ്രേഷൻ റിസ്ക് ഉണ്ട്. സോ അപ്പോഴും വരണം. ദെൻ ഫീവർ, ഹെഡ് ഏക്ക്, പനി, ഒരുപാട് തരത്തിലുള്ള പനികളുണ്ട് ഇപ്പോൾ. ഫ്ലൂ ഇറ്റ്സ് കോമൺ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെച്ച് അത് ചികിത്സിക്കാതെ, ആക്ച്വലി ചുമയോ ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ഗൈനക്കിൻ്റെ അടുത്ത് വരണം എന്നല്ല, ഗൈനക്കോളജിസ്റ്റ് അടുത്ത് കാണാൻ നിർബന്ധമില്ല. യു ക്യാൻ ഗോ ആൻഡ് സി എ ഫിസിഷ്യൻ ഓർ എ പൾമനോളജിസ്റ്റ്. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണം. നമ്മളിപ്പോൾ പ്രഗ്നൻസിയിൽ നമുക്ക് ഒരു തുടക്കത്തിൽ തന്നെ ഒരുപാട് മെഡിസിൻസ് തരുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി. പാരസിറ്റമോളോ അല്ലെങ്കിൽ ഇത് ആവി പിടിക്കുക, ചുമയുടെ സിറപ്സ് കുടിക്കുക, അത് കുടിച്ചിട്ട് അങ്ങനെ കുറയാതിരിക്കുന്ന ചുമ, പനി എല്ലാം ഇറ്റ് വാറൻസ് മെഡിക്കൽ അറ്റൻഷൻ. അതിന് നിങ്ങൾ എന്തായാലും ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ പൾമനോളജിസ്റ്റിനെ കാണണം. ആൻഡ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അവരോട് പറയണം. പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് അവർ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഫ്ലൂ വാക്സിൻ എടുക്കാത്തൊരു ഫ്ലൂ വാക്സിൻ എടുക്കണം. ഓൾറെഡി നിങ്ങൾ ഒ പിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അതൊരു ഓപ്ഷണൽ വാക്സിനാണ് പ്രഗ്നൻസിയിൽ. ഒരു 2009 കേരളത്തിൽ മീൻസ് ഒരു H1N1 ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രഗ്നൻസിയിൽ ഫ്ലൂ വന്നവർക്ക് ഒരു ഭയങ്കര സിവിയർ ആയിരുന്നു. കുറേ മെറ്റേണൽ ഡെത്ത്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു. സോ അതിനുശേഷം ഈ ഫ്ലൂ വാക്സിൻ റെക്കമെൻഡഡ് ആണ്, ഗവൺമെൻറ് റെക്കമെൻഡഡ് ആണ്. പക്ഷേ അതൊരു കോസ്റ്റ്ലി ആയത് കാരണം ഇതൊരു ഓപ്ഷണൽ വാക്സിനായിട്ടാണ് വെച്ചിരിക്കുന്നത്. വർക്ക് ചെയ്യുന്നവർ, കുട്ടികൾ വീട്ടിലുള്ളവർ, പുറത്ത് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നവർ എന്തായാലും ഫ്ലൂ വാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഫ്ലൂ വാക്സിൻ എടുത്തവർക്ക് ഫ്ലൂ വരില്ല എന്നല്ല, വന്നാൽ നമ്മൾ വാക്സിൻ എടുക്കുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട്. സോ ഒരു ഫ്ലൂ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൻ്റെ സിവിയറിറ്റി കുറച്ച് കുറഞ്ഞിരിക്കും. നമ്മുടെ ബോഡി ആക്ച്വലി പ്രിപ്പയർഡ് ആയിരിക്കും ആ ഇൻഫെക്ഷനെ ബീറ്റ് ചെയ്യാനായിട്ട്. സോ വാക്സിൻ എടുത്തിട്ടില്ലാത്തവർ നെക്സ്റ്റ് വിസിറ്റിൽ അത് ചോദിച്ച് വാക്സിൻ എന്തായാലും എടുക്കുക. ദെൻ തലവേദന, ഹെഡ് ഏക്ക്, സ്വെല്ലിംഗ് ഓഫ് ഫേസ് ആൻഡ് ഹാൻഡ്, ഇതെല്ലാം ഈ BP ഉള്ളവർക്ക് പെർട്ടിക്കുലർലി അറിയേണ്ട കാര്യമാണ്. അതായത് BP കൂടി ചിലപ്പോൾ ഹെഡ് ഏക്ക് വരാം. BP കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻറ്റ് കാലിലുള്ള എഡിമയല്ലാതെ ഫേസിൽ, കയ്യിലൊക്കെ എഡിമ വന്നാലും അതും വിത്ത് വാറൻസ് ആൻഡ് അറ്റൻഷൻ നിങ്ങൾ OP വരുമ്പോൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യണം. അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഇവാലുവേഷൻ വേണമെങ്കിൽ അത് ചെയ്യണം. ദെൻ ഡിക്രീസ് ഫീറ്റൽ മൂവ്മെൻറ്റ് എങ്ങനെ കൗണ്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ പാസിംഗ് ഓഫ് ഫ്ലൂയിഡ് പെർ വജൈന, നമ്മൾ ഡിസ്ചാർജ് പ്രഗ്നൻസിയിൽ കുറച്ച് കൂടുതലാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അതൊരു തിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ഡിസ്ചാർജ് ആയിരിക്കും. അതല്ലാതെ പൈപ്പ് തുറന്നാൽ വെള്ളം പോകുന്ന പോലെ, വാട്ടർ അല്ലെങ്കിൽ യൂറിൻ പോകുന്ന പോലെ ഫ്ലൂയിഡ് പോകുന്നുണ്ടെങ്കിൽ അത് ലീക്കിംഗ് ആയിരിക്കും. അതായത് ബേബി കിടക്കുന്ന ആ ഒരു മെംബ്രെയിൻ റപ്ചർ ചെയ്തിട്ട് ബേബിക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡ് വരുന്നതായിരിക്കും, ലീക്കിംഗ് എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ വന്ന് നമ്മളെ കാണണം. ദെൻ ഡിസ്യൂറിയ അഥവാ മൂത്രം ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, മൂത്രത്തിൽ പഴുപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രസഞ്ചികളിൽ ഇൻഫെക്ഷൻ അസെൻഡ് ചെയ്ത് കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉണ്ട്. സോ എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, ബ്ലറിങ് ഓഫ് വിഷൻ, ഇതെല്ലാം BPയുടെ കോംപ്ലിക്കേഷൻസിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണിക്കുക. ദെൻ ഇച്ചിങ് ഓൾ ഓവർ ദ ബോഡി, ജോണ്ടിസ്, ഇതെല്ലാം യൂഷ്വലി നമ്മൾ പ്രഗ്നൻസിയിൽ വയറ് വലുതാകുമ്പോൾ സ്കിൻ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഡ്രൈ ആകും. സ്കിൻ ഡ്രൈ ആകുമ്പോൾ എന്തായാലും കുറച്ചൊരു ഇച്ചിങ് ഉണ്ടാകും. നമുക്ക് യൂഷ്വലി നിങ്ങൾക്ക് വീട്ടിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ക്രീംസ്, ലൂബ്രിക്കൻസ് എന്തെങ്കിലും യൂസ് ചെയ്യാം. അതല്ലാതെ അതിൽ കൂടുതൽ കൈ കാലുകളിൽ ഇച്ചിങ് ഉണ്ട്, കൈപ്പത്തിക്കുള്ളിൽ, കാൽപാദത്തിൻ്റെ ഉള്ളിലൊക്കെ ഇച്ചിങ് ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലിവർ ഡിസോർഡറിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം, അതിന് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡേറ്റ് വരെ പോകാൻ പറ്റില്ല, അതിന് മുമ്പ് ബേബി ഡെലിവറി ഏൽപ്പിക്കേണ്ടിയൊക്കെ വരും. സോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പെർട്ടിക്കുലർലി ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പറയണം. ഓക്കെ. ദെൻ ബ്ലോ ഓർ ഇഞ്ചുറി ടു അബ്ഡമൻ, അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഴുമൊക്കെ ആണെങ്കിൽ വയറിടിച്ച് വീണില്ലെങ്കിൽ യൂഷ്വലി വലിയ കുഴപ്പമില്ല. കൈ കാലൊക്കെ മുറിഞ്ഞാലും ലൈക്ക് അങ്ങനെ, അതല്ലാതെ ഡയറക്റ്റ് വയറിലേക്ക് ബ്ലോ അങ്ങനെ എന്തെങ്കിലും ഇടിയോ എവിടെയെങ്കിലും തട്ടുവാണെന്നെങ്കിലൊക്കെ നമ്മൾ വന്ന് നോക്കണം. ബിക്കോസ് അങ്ങനെ ഉള്ളപ്പോൾ ഒരു റിസ്ക് ഉള്ളതെന്ന് വെച്ചാൽ പ്ലസൻ്റ, അതായത് ബേബിക്ക് ബ്ലഡ് ഫ്ലോ കൊടുക്കുന്ന മറുപിള്ള നേരത്തെ സെപ്പറേറ്റ് ചെയ്യാനൊരു റിസ്ക് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്യണം. ബേബിയുടെ ഹാർട്ട് ബീറ്റ് നോർമലാണ്, സ്കാൻ നോക്കണമെങ്കിൽ സ്കാനൊക്കെ നോക്കി ബേബി ഓക്കെ ആണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ സ്ലൈഡ്സിലുള്ളത് ഒരുവിധം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സ്പീഡായിപ്പോയോ അതോ മനസ്സിലായോ? ഇത് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
അതുപോലെ തന്നെ നിങ്ങൾ എപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ലേബർ റൂമിൽ എപ്പോൾ വന്നാലും നിങ്ങളുടെ ആൻറ്റിനേറ്റൽ കാർഡ് കൊണ്ടുവരണം. തുടക്കത്തിൽ ക്ലാസ്സിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കാണിച്ചല്ലോ. സോ നമ്മളെവിടെ 24 hours ലേബർ റൂമിൽ ഒരു ഡോക്ടർ ഉണ്ടാകും, ഒരു കൺസൾട്ടൻറ്റും ഒരു സീനിയർ കൺസൾട്ടൻറ്റും ഡ്യൂട്ടിയിലുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ തന്നെ നിങ്ങൾ നോക്കുന്ന ഡോക്ടർ തന്നെ ആയിരിക്കണം എന്നില്ല. സോ നിങ്ങളുടെ വിവരങ്ങളെല്ലാം ആ കാർഡിലായിരിക്കുമല്ലോ. അപ്പോൾ ജോലിക്ക് പോകുന്നവർ എപ്പോഴും ആ കാർഡ് കയ്യിൽ കരുതുക. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് എപ്പോൾ ഏത് രാത്രിയിലാണെങ്കിലും ലേബർ റൂമിൽ വരുമ്പോൾ കാർഡ് എന്തായാലും കൊണ്ടുവന്നിരിക്കണം. ഓക്കെ, ആർക്കെന്തെങ്കിലും സംശയം? പാൽപിറ്റേഷൻ ആക്ച്വലി പ്രഗ്നൻസിയിൽ നോർമൽ അല്ല. ഓക്കെ, പാൽപിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് പടപട ഇടിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് നമ്മുടെ പൾസ് റേറ്റ് കൂടുതലായിരിക്കും. പൾസ് റേറ്റ് യൂഷ്വലി പ്രഗ്നൻസിയിൽ കൂടുതലാവാൻ പാടില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് എക്കോ ചെയ്ത് നമ്മുടെ ഹാർട്ട് ഓക്കെ ആണെന്നുള്ളത് കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കാർഡിയോളജി കൺസൾട്ടേഷൻ എന്തായാലും വേണ്ടി വരും. ഓക്കെ, സോഷ്യൽ വർക്കർ ഉണ്ട് നമുക്ക്, അത് ആൻസി. ഓക്കെ, ഞാനിത് പറഞ്ഞത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മെൻ്റൽ ഹെൽത്ത് എമർജൻസിയോ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആര് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ ടെലിമെഡിസിനിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാക്കിനായിട്ട് വന്നാൽ പോലും ഒരു ചെറിയ പ്രയോറിറ്റി, വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവും, എന്നാലും ചെറിയ പ്രയോറിറ്റി നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് മോംസിന് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ നിങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, സോ റിസർച്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ സൈക്കോളജി ഈ കാർക്ക് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇൻ പ്രഗ്നൻസി അതിൽ പറയുന്നത് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഇവൻ്റ് എന്നാണ് പറയുന്നത്. കാരണം ഓരോ ട്രൈമസ്റ്ററായിട്ട് എടുക്കുകയാണെങ്കിൽ, ഓരോ 3 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഓരോ 3 മാസവും വ്യത്യസ്തമായ കുറേ സൈക്കോളജിക്കൽ ഇവൻറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ ഒരു 3 മാസത്തെ എന്തൊക്കെയാണ് ഇവൻറ്റുകൾ, സംഭവങ്ങൾ, അതായത് ഒരു സംഭവ ബഹുലമായ ഒരു യാത്രയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ 3 മാസ സംഭവങ്ങൾ എന്തൊക്കെയാ? നമ്മൾ ഭയങ്കര, രണ്ടുപേർക്കും പറയാം കേട്ടോ, ഭാര്യമാർക്ക് മാത്രമല്ല രണ്ടുപേർക്കും പറയാം. ഇതൊരു എന്താ പറയുക, ഒരു കപ്പിൾ ജേർണിയാണ് അല്ലേ. സോ ഒന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 മാസത്തിൽ ഭയങ്കര സങ്കടമായിരിക്കും, കൂടെ മൂഡ് അല്ലേ, മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. പിന്നെയോ സ്ലീപ്പൊക്കെ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആകാം. അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ചില സാധനങ്ങളില്ലേ, ഫിസിക്കൽ ഡിസ്കംഫർട്ടുകൾ, വൊമിറ്റ് ചെയ്യാൻ വരുന്നു, ടേസ്റ്റ് ഒന്നും പിടിക്കുന്നില്ല, ചില പ്രത്യേക ടേസ്റ്റുകൾ ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഒക്കെ ചില ഫിസിക്കൽ ഡിസ്കംഫർട്ടുകൾ വരുന്നു. ദെൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ന്യൂ മോംസിനൊക്കെ സംബന്ധിച്ച് അബോർഷനെ കുറിച്ചുള്ളൊരു വലിയ കൺസേൺ ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ പോയോ, വണ്ടി കുടുങ്ങി, പ്രശ്നമാണ്, അങ്ങനത്തെ കുറേ നമുക്ക് ആങ്സൈറ്റീസ് വരും. ദെൻ അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് ആകുമ്പോഴോ ഗിൽറ്റ് വരെയാണ്, നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നുള്ള കുറേ ഗിൽറ്റും. ദെൻ സോഷ്യൽ പ്രഷേഴ്സ് വരുന്നു അല്ലേ, ഇപ്പോൾ വേണമായിരുന്നോ, അല്ലെങ്കിൽ കുറേ ആളുകളുടെ സംസാരം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ബൗണ്ടറി കടന്ന കുറേ കമൻസും ഇതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു 3 മാസം. അത് കഴിഞ്ഞിട്ടോ അടുത്ത 3 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ മൂഡ് വൈസ് ഒക്കെ നമ്മൾ ലൈറ്റ് ആവും, പക്ഷേ ബോഡി വെയിറ്റ് ഒക്കെ കൂടി തുടങ്ങും. നമ്മൾ മറ്റുള്ളവരുടെ ആശ്രയത്വം കൂടും, നമുക്ക് ചെയ്യാവുന്ന പണികളുടെ അത് കുറയും. അപ്പോഴേക്കും പിന്നെയും നമുക്ക് ഈ സൊസൈറ്റൽ പ്രഷർ എപ്പോഴും ഉണ്ട്. അതായത് ഞങ്ങൾ എല്ലാവർക്കും ഇതൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനത്തെ ചില കമൻസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽട്ടി. ഓക്കെ, ദെൻ അതുപോലെ നമ്മൾ ഭയങ്കര വെയിറ്റിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയി തുടങ്ങും. ദെൻ ചിലപ്പം ഡയബറ്റീസ് ഒക്കെ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഫുഡ് പാറ്റേൺ മാറുന്നു, അങ്ങനത്തെ ക്ഷീണങ്ങൾ വരുന്നു. എഗെയിൻ അടുത്ത 3 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ അതിലൊക്കെ ഒന്ന് സെറ്റിലാവും. ഈ 2ാമത്തെ ട്രൈമസ്റ്റർ ആകുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ബേബിയുടെ അനക്കം, ചലനത്തെക്കുറിച്ച് നമ്മൾ ഭയങ്കര കൺസേൺഡ് ആവും അല്ലേ. ഇപ്പം 3ാമത്തെ 3 മാസം, അതായത് ലാസ്റ്റ് 3 മാസം 7, 8, 9 മാസങ്ങളാകുമ്പോഴത്തേക്കുമുള്ള ആശങ്കകൾ എന്ന് പറയുന്നത് എന്തുവാ?
നിങ്ങൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല എങ്കിലും സാധാരണ കേൾക്കുന്നത് ഇത് ബർത്തിനെ കുറിച്ച്. അത് നോർമൽ ആയിരിക്കുമോ, സിസേറിയൻ, അയ്യോ സിസേറിയൻ നോർമൽ വേണ്ട, സിസേറിയൻ മതി, സിസേറിയൻ വേണ്ട, നോർമൽ മതി. നമ്മൾ കുറേ അൺനെസസറി വീഡിയോസ് കാണും. നമുക്കിപ്പം ഇൻഫർമേഷൻ ഓവർലോഡാണല്ലേ. അപ്പം ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ ചൈൽഡ് ബർത്തിനെ കുറിച്ചുള്ള ആൻസൈറ്റികളാണ് ഈ ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും കൂടുന്നത്. ഓക്കെ, അതുപോലെ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ്, പല പല ട്രീറ്റ്മെൻറ്റുകൾ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്കോറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എലിവേറ്റ് ആയിട്ട് കാണുന്നു, ദെൻ സ്കാനിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. ഇതൊക്കെ നമ്മളെ ഒന്ന് ബോധർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒത്തിരി ഇമോഷണൽ റീഅഷുറൻസ് നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിക്കും, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, പ്രഗ്നൻസിയിലൊക്കെ കടന്നുപോയ കസിൻസിനെയൊക്കെ വിളിച്ച് നമ്മൾ റീഅഷുറൻസ് എടുക്കും. നമ്മുടെ പേരൻസ് ഒന്നും പറയുന്നത് പോരാ നമുക്ക്, ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിലാണ് നമ്മൾ പറയുക ഇതൊരു ഭയങ്കര ഒരു സൈക്കോളജിക്കൽ റെലവൻസ് ഉള്ള ഒരു പ്രോസസ്സാണ്. സോ ഇവിടെ എന്ത് ചെയ്യാം എന്നതിൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഒത്തിരി പോസ്റ്റ്മോർട്ടം ബ്ലൂസിനെ കുറിച്ചും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഇൻഫർമേഷനൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇത് എന്താണ്, എവിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നും അല്ലെങ്കിൽ ബ്ലൂസും വ്യത്യാസമാകുന്നത് എങ്ങനെ, അതൊക്കെ അങ്ങനത്തെ പ്രോപ്പർ ഇൻഫർമേഷൻസ് നമുക്ക് വേണം. 8ൽ ഒരു അമ്മയ്ക്ക് ഒരു പ്രഗ്നൻറ്റ് വുമൺ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ കണ്ടീഷൻസിലൂടെ ഏതെങ്കിലുമൊക്കെ കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്നുവെന്നാണ് റീസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. 8ൽ ഒരാൾക്ക്, അത് ചിലപ്പോഴൊക്കെ അൺഡിറ്റക്റ്റഡും ആകാം. ഓക്കെ, അപ്പം എല്ലാം അങ്ങ് ഡിറ്റക്ട് ചെയ്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്തൊന്നും പോകുന്നില്ല. സോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ആദ്യം ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, എന്താ ചെയ്യണ്ടേ എന്ന് ആദ്യം പറയാം. അതായത് നമ്മുടെ ഉള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് നമ്മൾ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണ് എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഓൾറെഡി എക്സിസ്റ്റിംഗ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്തൊക്കെ ചെയ്യാം അതിൽ? നിങ്ങൾ ഉറങ്ങല്ലേ, ഉറങ്ങാൻ നല്ല സമയം ഇത്, ഉറങ്ങല്ലേ, ചാരി ഇരുന്ന് ഉറങ്ങാൻ എങ്കിലും എന്തൊക്കെ ചെയ്യാം പറയ്. എക്സസൈസ് ചെയ്യാം, നമുക്ക് ഓൾറെഡി ഉള്ള മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടുകളെ എൻഹാൻസ് ചെയ്യുക, നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കി വെക്കുക. നമുക്ക് ഓൾറെഡി ഉള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ, നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് കാണും അല്ലേ. അപ്പോൾ അവരൊക്കെ ഒന്ന് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് കൂടെ നമ്മളൊന്ന് ഫ്രീ മൈൻഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നവരോടൊക്കെ എൻഗേജ് ആയിട്ടും ഒക്കെ ഇരിക്കാം, അതൊരു കാര്യമാണ്. 2, നമുക്കുള്ള കുറേ സ്കില്ലുകൾ കാണും. നമ്മൾ പലപ്പോഴും സംഭവിക്കുക, വിവാഹത്തോടു കൂടി എല്ലാം നമ്മൾ പൂട്ടിക്കെട്ടി മടക്കി വെക്കും. അങ്ങനെയെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരിക, നമുക്ക് തന്നെയുള്ള അപ്സ്കില്ലിങ് നടത്തുക. ഓക്കെ, ഇപ്പോൾ ഒരു 9 മാസം നമ്മൾക്ക് ഒരു ജേർണിയാണ്, നമ്മൾ വലിയ പണിക്കൊന്നും പോവില്ല. അപ്പം നമുക്ക് പറ്റുന്ന കൊച്ചു അപ്സ്കില്ലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ് നമ്മുടെ റെസിലിയൻസ് കൂടും, നമുക്കുള്ള ആ ഒരു മെൻ്റൽ എബിലിറ്റി ഒന്ന് കൂടുതലായിട്ട് അനുഭവപ്പെടും. പിന്നെയുള്ള ഒരു കാര്യം വെച്ചാൽ കപ്പിൾ സ്ട്രെങ്ത് കൂട്ടുക, നിങ്ങളുടെ ആസ് എ കപ്പിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് കൂട്ടുക. പക്ഷെ ഇവിടെയാണ് ഏറ്റവും പ്രശ്നം വരിക. അതായത് നമുക്ക് ഏറ്റവും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുന്ന ഒരു സമയമാണല്ലേ. എനിക്ക് വേണ്ട കെയർ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഡിഫിക്കൽട്ടി ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഈ മാരേജിലെ ഒരു വലിയ മിത്താണ്, നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് പോകുന്നൊരു മിത്താണ് ഈ മൈൻഡ് റീഡിങ്. അതായത് എൻ്റെ മനസ്സ് വായിക്കാൻ എൻ്റെ പാർട്ട്ണർക്ക് പറ്റണം അല്ലേ, എത്രയും നാൾ കൂടെയുള്ളപ്പോൾ പറ്റണമല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ട് എല്ലാവരും ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ലേ, അപ്പം എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ആൻഡ് മൈൻഡ് റീഡിങ് എന്ന് പറയുന്ന ഒരു മിത്താണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് സൈക്കോളജിയിൽ പറയണത്. ഓക്കെ, ഈ സൈക്കോളജിക്കാരെന്ന് പറയുമ്പോഴേ ചോദിക്കും ചിലപ്പോൾ ഞങ്ങളെ മുഖം നോക്കി പറയാമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ മനസ്സ് വായിച്ച് കാര്യം ചെയ്യാമെന്ന് പറ്റില്ല, വേണ്ടത് തുറന്ന് പറയുക. ഓക്കെ, എനിക്ക് എൻ്റെ കൂടെ ഇരിക്കൂ, അല്ലെങ്കിൽ എൻ്റെ കൂടെ കുറച്ചു നേരം നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് വ്യക്തമായിട്ട് പറയണം. അതിന് പകരം അതുപോലെ ഇരിക്കുമ്പോൾ ഫോൺ നോക്കാതെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കൂ, ചാറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചുമ്മാ വീഡിയോ കണ്ടുകൊണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച്, പാർട്ട്ണറെ സംബന്ധിച്ച് കൂടെ ഉണ്ടല്ലോ, ഫുൾ ടൈം കൂടെ ഇല്ലേ,
അല്ലേ? അപ്പോൾ അതല്ല, എനിക്ക് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് എന്ന് പറയുകയും കപ്പിൾ റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അതുപോലെ വേറൊരു കാര്യം ചെയ്യാവുന്നത്, വയലിലുള്ള ബേബിയുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ശക്തമാക്കാൻ ആസ് എ കപ്പിൾ നിങ്ങൾക്ക് സംസാരിക്കാം, അല്ലേ? നിങ്ങൾക്ക് വർത്തമാനമൊക്കെ പറയാം. അപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം ഇത് മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയാതെ എങ്ങനെ ഒത്തിരി പ്രതീക്ഷ വേണോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ആങ്സൈറ്റി ഒക്കെ തോന്നും. അവിടെ നമ്മൾ ആക്സെപ്റ്റൻസിലും കൂടെ നമ്മൾ വിശ്വസിക്കാം. ഓക്കെ, എന്താണെങ്കിലും ശരി, ദിസ് ഈസ് എ ജോയിൻറ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് ആക്സെപ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് വി വിൽ ഡു ദാറ്റ്. ഓക്കെ, ആ ഒരു ഇതിലോട്ട്, ആ ഒരു നിലപാടിലോട്ട് വരിക. നമ്മളെല്ലാത്തിനെയും നമ്മൾ ഇമോഷണലായിട്ട് മാത്രം കാണാതിരിക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഡോക്ടറോട് നമുക്ക് വരുന്ന ചേഞ്ചസ്, നമുക്ക് വരുന്ന മൂഡ് ചേഞ്ചസ്, ഇതൊക്കെ ഷെയർ ചെയ്യാൻ മടി ഉണ്ടാവാതിരിക്കുക. ഓക്കെ, ഇപ്പം പലപ്പോഴും നമ്മുടെ പാരൻസിനോടൊക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉള്ളതായിരിക്കും. നമ്മൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഇത് ക്വൈറ്റ് കോമൺ എന്നൊക്കെ കാണുമ്പോൾ അതൊക്കെ പറഞ്ഞ് മോശമല്ലേ എന്നൊന്നും വിചാരിക്കണ്ട. ജസ്റ്റ് ഷെയർ. എനിക്ക് സങ്കടമൊക്കെ വരാറുണ്ട്, എനിക്ക് ഭയങ്കര ദേഷ്യം വരും, ഇതൊക്കെ അങ്ങനെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും ഒരു ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കതിലോട്ട് എത്താം. സോ ഇത്രയൊക്കെ ചെയ്തിട്ടൊന്നും നടക്കണില്ലെങ്കിൽ എന്താ ചെയ്യുക? വെച്ചുകൊണ്ടിരിക്കരുത്. ഞങ്ങളെപ്പോലുള്ളവരെല്ലാ ഹോസ്പിറ്റലിലും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഹെൽപ്പ് എടുക്കുക. ഓക്കെ, തീരെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാതിരിക്കുക. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു പ്രോപ്പർ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. സോ എവിടെയാണ് അത് ഒരു ലൈൻ നിശ്ചയിക്കേണ്ടത്, നമുക്ക് ഹെൽപ്പ് വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് എന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അതായത് കോമൺ ആങ്സൈറ്റികളൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതൊരു തെറപ്യൂട്ടിക് ഹെൽപ്പ് വേണമെന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, എനി ബിഹേവിയർ, എനി തോട്ട്, എനി ഇമോഷൻ, ഒരു സ്വഭാവമാകാം, ഒരു തോട്ട്സ് ആകാം, ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ് ആകാം, അത് നമ്മൾ സാധാരണയുള്ളൊരു പരുവത്തിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് കൂടുതലോ കുറവോ ഉണ്ടാവുക. കൂടുതലെന്ന് പറയുമ്പോൾ ഉറക്കം കൂടുതൽ, വിശപ്പ് കൂടുതൽ, ടെൻഷൻ കൂടുതൽ, സങ്കടം കൂടുതൽ, ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന തോട്ട്സ് കൂടുതൽ, ഇങ്ങനെ കൂടുതൽ. കുറവ്, ഉറക്കക്കുറവ്, വിശപ്പില്ല, നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ഓക്കെ, ഭയങ്കര പാസീവായിട്ട് പോകുന്നു, നമുക്ക് ഒട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവ്സ്. ഓക്കെ, സോ നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ബിഹേവിയറിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് ഇഫ് ഇറ്റ് സസ്റ്റെയിൻ ഫോർ മോർ ദാൻ ഒരു 10 days to 2 weeks ഒക്കെ അങ്ങ് നിലനിൽക്കുകയാണെങ്കിൽ, അതൊന്നുകിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്, ഇപ്പോൾ ഒരു ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു, ഒരു ദിവസം പിന്നെ ഓക്കെ, പിന്നെയും ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ്, ഒന്നുകിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടോ അതല്ലെങ്കിൽ ഇങ്ങനത്തെ ചില മൂഡ് ചേഞ്ചസ് പ്ലസ് ഓർ മൈനസ് കൂടുതലോ കുറവോ ഉള്ളത് തുടർച്ചയായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ വാക്ക് ഇൻ ആയിട്ട് ഞങ്ങളെ സമീപിക്കാം, അതല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണാം. നമ്മുടെ ഡോക്ടറോട്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അവിടെ ഉണ്ട്, സോഷ്യൽ വർക്കർ ഉണ്ടാവും, ആളോടാണെങ്കിലും ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരുപാട് നമുക്ക് ഈ സൂയിസൈഡൽ തോട്ട്സും ഐഡിയേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇതിൽ ആരൊക്കെയാണ് ഒരു റിസ്ക് എലമെൻ്റ് ഉള്ളവർ, ആരൊക്കെയാണ് കൂടുതൽ വൾണറബിൾ എന്ന് ചോദിച്ചാൽ, ഓൾറെഡി എക്സിസ്റ്റിംഗ് എനി സൈക്കാട്രിക് പ്രോബ്ലംസോ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസും അതുപോലെ നമുക്ക് പ്രീമെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ നമുക്കുള്ള ആളുകൾ, അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് കുറച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കാനായിട്ടൊന്ന് കോൺഷ്യസ് ആയിരിക്കുക എന്ന് പറയും. അതുപോലെ ഫാമിലി ഹിസ്റ്ററി, നമുക്കൊരു ഫാമിലി ഹിസ്റ്ററിയിൽ ഒരു സൈക്കാട്രിക് ഒരു സ്ട്രെസ്സറൊക്കെ ഉണ്ട്, അടുത്ത സോഷ്യലായിട്ട്, അതായത് ഇപ്പം ഒരു മരണം, ആരുടെയെങ്കിലും ഒരു ഏറ്റവും അടുത്തൊരാളുടെ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ, കോൺഫ്ലിക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ സൈക്കാട്രിക് ഇഷ്യൂസ്, ഒരു ഡിസോർഡേഴ്സ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്ന് കുറച്ചൊന്ന് വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയും. ഓക്കെ, ദെൻ പിന്നീട് ഒരു വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു ഏജ് കൊണ്ട് നമ്മൾ കുറച്ച് വിവാഹം കഴിച്ച് കുറച്ച് നാളായി, നമുക്ക് കുട്ടികൾ ആയിരുന്നില്ല, ഇപ്പോഴാണ് ഒരു വർഷങ്ങൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു എന്നുള്ള ആളുകളും കുറച്ചൊന്ന് കോൺഷ്യസ് ആയിരിക്കുക. കാരണം നമുക്ക് ഒത്തിരി ആളുകളുടെ കമൻസ്, അൺനെസസറി സാധനങ്ങളൊന്നും നമ്മൾ ഫീഡ് ചെയ്യാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ
ഇത്രയൊക്കെയാണ് ഈ വൾണറബിൾ ഗ്രൂപ്പ് എന്നും ഒക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു കൺസേൺ ആണ്, ഞാനൊരു പെർഫെക്റ്റ് മദർ ആയിരിക്കുമോ, എനിക്കൊരു അമ്മയായിട്ട് എനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു അമ്മയായിട്ടിരിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കകൾ. അപ്പോൾ അതിനകത്തിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നോ നീഡ് ടു ബി എ ഗുഡ് ഒരു പെർഫെക്റ്റ് മദർ. നമ്മൾ ആരും ഇത് കോഴ്സൊന്നും പഠിക്കുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും ഒരു പെർഫെക്റ്റ് മദറായിട്ടിരിക്കാനുള്ള ഒരു പെർഫെക്ഷൻ മാറ്റിയിട്ട് ഫ്ലെക്സിബിൾ മദർഹുഡൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഫ്ലെക്സിബിൾ ബട്ട് മൈൻഡ്ഫുൾ. ഓക്കെ, ഒരു മൈൻഡ്ഫുൾ പ്രഗ്നൻസി ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. മൈൻഡ്ഫുൾ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മളുടെ മൈൻഡിനുള്ള ഒരു വലിയ ടെൻഡൻസിയാണ് എപ്പോഴും പാസ്റ്റും ഫ്യൂച്ചറും ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാൻ എപ്പോഴും. അപ്പോൾ അങ്ങനെ അങ്ങ് പോയി ഭയങ്കരമായിട്ട് ബോധരാവുന്നുണ്ടെങ്കിൽ കം ബാക്ക് ടു ദ പ്രസൻറ്റ്. ഓക്കെ, പ്രസൻറ്റിലോട്ട് വന്നിട്ട് നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നോ നീഡ് ടു ബി എ പെർഫെക്റ്റ് മദർ. നമ്മൾ ആരും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എറേഴ്സൊക്കെ ഉണ്ടാവും. ട്രൈ ടു ബി ഗുഡ് ഇനഫ്. ഓക്കെ, പിന്നീടുള്ള ഒരു കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നല്ല കണക്ഷൻസ് ഒക്കെ എപ്പോഴും നിലനിർത്തുക, സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് നിലനിർത്തുക, മദർ ചൈൽഡ് ബോണ്ട് കൂടുതലാക്കുക, കപ്പിൾ റിലേഷൻ കൂടുതലാക്കുക എന്നതൊക്കെ തന്നെയാണ്. ഓക്കെ, സൈക്യാട്രിക് ഹെൽപ്പൊക്കെ വേണമെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. മറ്റുള്ളവരറിയും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നമ്മളൊന്നും പറയാതിരിക്കരുത് എന്നതൊക്കെയാണ്. ഓക്കെ, പിന്നത്തെ ഒരു കാര്യം എന്താ, ഓൾറെഡി എക്സിസ്റ്റിംഗ് കുറേ പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചോ നമ്മുടെ വീട്ടിൽ. കുറച്ച് ഇപ്പം ഇൻലോസ് ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾക്കിടയിലോ ഒക്കെ കുറച്ച് ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചോളൂ. നമുക്കിപ്പോൾ ഭയങ്കര ഇമോഷണൽ ഓവർലോഡും ഒക്കെ ആയിട്ട് നമുക്ക് കുറേ അതിനെക്കുറിച്ചുള്ള കുറേ തോട്ട്സും ഒക്കെ എന്നാലോ അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലോ അന്ന് അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനത്തെ കുറേ കൺസേൺസ് ഒക്കെ വരും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് ദ ടൈം ടു ഫിക്സ് യുവർ സച്ച് പ്രോബ്ലംസ്. ഓക്കെ, ഇത് നമ്മൾ 100% കുഞ്ഞുവാവയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യാനുള്ളൊരു സമയമാണ്. വേറെ ഒരു എക്സ്റ്റേണൽ പ്രോബ്ലത്തിനെയും നമ്മൾ ഫിക്സ് ചെയ്യാനുള്ളൊരു ഒരു ടൈമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലംസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. കിട്ടുന്ന കെയറിനൊക്കെ ആയിട്ട് നമ്മളപ്പോൾ അവർ കെയർ ചെയ്തില്ല, ഇതൊന്നും നമ്മുടെ കൺസേൺ ആകണ്ട. പകരം എൻ്റെ ഇപ്പോഴത്തെ കൺസേൺ എൻ്റെ ഹെൽത്ത്, എൻ്റെ സെൽഫ് കെയർ ആൻഡ് മൈ ബേബീസ് സെൽഫ് കെയർ ആൻഡ് ആസ് എ ഫാമിലി അവർ എന്താ പറയുക ആ ഒരു വെൽബീയിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതിനെ ഒന്ന് മാറ്റി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മൾ ഈ പ്രോബ്ലംസിലോട്ടങ്ങ് നമ്മൾ ഒത്തിരി വറീഡ് ആവത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതും ഒക്കെ നമ്മളങ്ങ് എടുക്കാതിരിക്കുക. ഓക്കെ, ഇനിയിപ്പം നമ്മളിവിടെ കാണുന്ന 1-2 കമൻസ്, എപ്പോഴും കേൾക്കുന്ന ചില കമൻസ് കാര്യങ്ങളെന്ന് വെച്ചാൽ, പ്രഗ്നൻറ്റ് മോംസ് വന്നിട്ട് പറയാറുണ്ട്, ഈ നമ്മളിപ്പോൾ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബർത്ത് തുടങ്ങുകയാണ് അല്ലേ, ഒരു വലിയ ഇവൻ്റ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളവിടെ പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ കെയർ ചെയ്യണമെന്ന് പറയാൻ മാത്രമാണ് കേട്ടോ. ഇതെല്ലാവരും കടന്നു പോകുന്നതല്ലേ, ഇതിനിപ്പോൾ ഇത്രയ്ക്ക് വലിയ കുഴപ്പം എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചതൊക്കെ അങ്ങ് വല്ലാതെ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അത് നമ്മൾ തലയിലെടുത്ത് വെക്കണ്ട. പകരം ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രഗ്നൻസി ഈസ് യുവർ തിങ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. പക്ഷേ we cannot convince people, we need not have to convince others. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു പോരും, നമ്മളത് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, സോ യോഴ്സ് ഇസ് യോഴ്സ്. ആൻഡ് അതുപോലെ എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു ഹോർമോൺ ചേഞ്ച്, എന്ത് പറഞ്ഞാലും ഉണ്ട് ഹോർമോൺ ചേഞ്ച് ആണെന്നും പറഞ്ഞ് അങ്ങ് ബ്ലെയിം അങ്ങ് ഇരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നതാ എന്നൊക്കെ പറയുന്നത്. അതാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യമല്ലേ അറിയൂ. ആൻഡ് നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾ. അതിനെ അങ്ങനെ അങ്ങ് എടുത്താൽ മതി. ദെൻ ഒന്നും ചെയ്യരുത്. അപ്പോൾ ചിലർ അതായത് ചിലപ്പോൾ പേരൻസ് പറയോ അത് ചെയ്താൽ നീ അതൊന്നും പിടിക്കാതെ അല്ലെങ്കിൽ പറയും കുറച്ച് കൂടുതൽ റെസ്റ്റ് എടുക്കുക. ചിലപ്പോൾ പറയും ഞങ്ങൾ ഒരെല്ലും കൊണ്ട് ഞങ്ങളാണെങ്കിൽ അന്ന് പ്രസവിക്കാൻ പോണത് വരെ ഞങ്ങളിതൊക്കെ ചെയ്തിട്ടാണ് പോയത്, പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് മാത്രം ഇത് എത്രയ്ക്ക് പ്രശ്നം എന്നിങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യൂ. ഓക്കെ, ഇതൊക്കെ എല്ലാം വ്യത്യാസമാണ്, ഓരോ വ്യക്തിക്കും വ്യത്യാസമാണ്, ഓരോ ബർത്തിലും വ്യത്യാസമാണ്. ആൻഡ് ഹസ്ബൻഡുമാരും അമ്മമാരും അച്ഛന്മാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഏത് സമയം മൊബൈലൊന്ന് മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ അത് എന്നിട്ട് ആവശ്യമില്ലാത്ത ഇൻഫർമേഷനൊക്കെ കൂടി വന്നിട്ട് ടെൻഷൻ അടിക്കുന്നു. അത് വലിയ റിസർച്ചൊന്നും ഇല്ലെങ്കിലും അത്ര നല്ലതല്ല അല്ലേ. കാര്യം എന്താ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സൈറ്റ്സൊക്കെ നമ്മൾ നോക്കും, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമ്മൾ ഓവർലോഡായിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അൺനെസസറി ആങ്സൈറ്റി നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയല്ല നമ്മൾ ഈ ഒരു സമയം കുറച്ച് വൾണറബിൾ, നമ്മൾ എല്ലാത്തിനും ഒരു ഇമോഷണൽ തലത്തിൽ മാത്രം
കാണാൻ ചാൻസ് ഉള്ളൊരു ടൈം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം അങ്ങ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഒരു ലിമിറ്റ് വയ്ക്കുക അതിനൊക്കെ. ഓക്കെ. ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുള്ള കൺസേൺസും പറയാറുണ്ട്. അതായത് എനിക്ക് 2 തരത്തിലാണ്, എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമോ, ബേബി പാല് കുടിച്ചില്ലെങ്കിൽ അത് ബേബിക്ക് പ്രശ്നമാവില്ലേ, അങ്ങനെയുള്ള ആദികൾ വരാറുണ്ട്. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്താൽ എൻ്റെ ഒരു ബോഡി ഇമേജിനെ അത് അഫക്റ്റ് ചെയ്യും, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് എന്ന് പറയുന്ന തലത്തിലും നമുക്ക് കൺസേൺസ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനകത്തിലൊക്കെ നമ്മളെ ഒരു പേർപ്പസ് എന്താ, നിങ്ങളുടെ വാല്യൂസിനെ റീഡിഫൈൻ ചെയ്യുക, നിങ്ങളുടെ ഒരു മദർഹുഡിൽ നിങ്ങൾ എന്താണ് മീൻ ചെയ്യുന്നത്, അതിനെയൊക്കെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് നമ്മളൊരു ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ കൺസേൺസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് വിത്ത് us. ഓക്കെ. സോ ഇനി പറയുന്നത് 1-2 ടിപ്സ്. അതായത് നമ്മളിങ്ങനെ ഇതൊക്കെ പറഞ്ഞാലും ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ടെൻസ്ഡ് ആവും, ഒരു കാര്യമില്ലാതെ അങ്ങ് നെഞ്ചിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ. ചിലപ്പോൾ അങ്ങ് വല്ലാതെ ഡിസി ഫീല് തോന്നും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമുക്കങ്ങ് കരയണം തോന്നും. ഓക്കെ. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? ചിലപ്പോൾ ഒരു കാര്യം ദേഷ്യം വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാമെന്നുള്ള 1-2 ടിപ്സ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആണെന്നുള്ളടുത്ത് കരയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ദർ ഇസ് നത്തിങ് റോങ് ഇൻ വി എക്സ്പ്രസിങ് അവർ ഇമോഷൻസ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ലേൺ ടു എക്സ്പ്രസ് യുവർ ഇമോഷൻസ് വിത്തിൻ ദ ലിമിറ്റ്സ്. നമ്മുടെ ഒരു ലിമിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ, കേൾക്കാമല്ലോ അല്ലേ, ലിമിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും എക്സ്പ്രസ് ചെയ്യുമ്പം ലേൺ ടു സ്റ്റേറ്റ് ദ ഇമോഷൻ ദാൻ ലേൺ ടു എക്സ്പ്രസ് ഇറ്റ് വിത്ത് ബിഹേവിയർ. നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ഫോൺ എറിഞ്ഞോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞോ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനും സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് സങ്കടം വരുന്നു എന്ന് പറയാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ സങ്കടം കരഞ്ഞു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പക്ഷെ അത് ഒത്തിരി നേരം നിന്ന് നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ചെയ്യാവുന്ന 1-2 കാര്യം. ഒന്ന് ബ്രീത്തിങ്, ഡീപ് ബ്രീത്തിങ് ഫോക്കസ് ചെയ്യാം. ഇരുന്നാൽ ചെയ്യുന്നെങ്കിൽ കാല് നിലത്ത് ഉറപ്പിച്ച് ചവിട്ടി, നമ്മൾ ക്രോസ് ലെഗ് ഒന്നും ആകാതെ നിലത്ത് ഉറപ്പിച്ച് ചവിട്ടി ഇരുന്ന് ചെയ്യാം. ഓക്കെ. സോ ഇങ്ങനെ ഇരുന്നിട്ട് ജസ്റ്റ് കൈ രണ്ടും കുത്തി വെച്ചിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക, പുറത്തേക്ക് വിടുക. ഓക്കെ. അതൊരു 20 സൈക്കിൾസ് സ്ലോലി അങ്ങനെ ചെയ്യാം. ആൻഡ് പിന്നെ ഉള്ളത് നമുക്ക് ഈ ഭയങ്കര കരച്ചിലൊക്കെ അങ്ങ് വരും, അല്ലാതെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നൊക്കെ തോന്നുമ്പോൾ ചെയ്യാവുന്നത് ബട്ടർഫ്ലൈ ഹഗ് എന്ന് പറയും. സപ്പോസ് ദിസ് ഇസ് എ ബട്ടർഫ്ലൈ. നമ്മുടെ ചെസ്റ്റിൽ വന്നിട്ട് ഒരു ബട്ടർഫ്ലൈ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇരുന്ന് നമ്മളെപ്പോഴും എന്ത് ഈ ബിഹേവിയറൽ ഒരു ഇതായിട്ട് ചെയ്യുമ്പോഴും ഒരു മെഡിറ്റേഷനോ ഒക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ഗ്രൗണ്ടഡ് പൊസിഷൻ, കാല് രണ്ടും നിലത്തുറപ്പിച്ച് കൈ ഇങ്ങനെയാകാം. അതല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ബട്ടർഫ്ലൈ, നമ്മുടെ നെഞ്ചത്തൊരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്നു, അത് പതുക്കെ നമ്മളെ ഇങ്ങനെ കൊട്ടിത്തരുക 2 സൈഡിലും, ബൈലാട്രൽ പാറ്റിംഗ്. ഓക്കെ. ഫോർ സം ടൈം, മേ ബി ഒരു 1 മിനിറ്റ് കണ്ണടച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഭയങ്കര ചിലപ്പോൾ ടിയേഴ്സ് വരും, ഇറ്റ് ഈസ് ഓക്കെ. ചിലപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ വരും, സാരമില്ല. ഒരു 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഹോൾഡ്, ടേക്ക് ഡീപ് ബ്രെത്ത്, പിന്നെയും ചെയ്യാം. ഓക്കെ. ഒരു 2-3 സൈക്കിൾസ് ഓഫ് ബട്ടർഫ്ലൈ ഹഗ് നമുക്ക് ഭയങ്കരമായിട്ട് റിലീഫ് തോന്നും. ഓക്കെ. പിന്നെ ഉള്ളൊരു പോസ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് നമ്മളെ അങ്ങ് കെട്ടിപ്പിടിക്കാന്ന് പറയും. നമ്മളെ അങ്ങ് ടൈറ്റ് ചെയ്ത് എൻ്റെ ഷോൾഡറിലുമായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഓക്കെ. ഭയങ്കര സേഫ് ഫീലാണ് നമുക്ക്. നല്ലതായിട്ട് ഇൻഹേൽ ചെയ്യാം. ഓക്കെ. ഒത്തിരി നേരം ഒന്നും ശ്വാസം പിടിച്ചു വെക്കരുത്, ജസ്റ്റ് ടൈറ്റ് ചെയ്ത്. ഇത് തനിയൊക്കെ ചെയ്യാം. ഇനി നമ്മളിപ്പോൾ ജോയിന്റ് ആയിട്ടും ഇരിക്കുമ്പോഴാണ് പറയുന്നത്, അപ്പോൾ പാർട്ട്ണറെ സമയം ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ നമുക്ക് തോന്നില്ലേ, നമ്മൾ ഹെൽപ്ലെസ് ആവല്ലേ, പാർട്ട്ണർ ചിലപ്പോൾ ഹെൽപ്ലെസ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ളിടത്തും എപ്പോഴും ഓർക്കുന്നത് പ്രോക്സിമിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ്, ഒരു ടച്ചിന് പോലും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ. അതിപ്പോൾ പാർട്ട്ണർ അല്ല, ഒരു ഫ്രണ്ട് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ആദ്യം നീ ചുമ്മാ ടെൻഷൻ അടിക്കാതിരിക്കും, ആവശ്യമില്ലാത്തതാണ്, ഇതൊന്നും അല്ല അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബി എ ഗുഡ് ലിസണർ ആൻഡ് ടച്ചിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഓക്കെ. സോ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ
പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ ഒരു ജേർണി കുറച്ച് ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷണൽ എക്സ്പ്രഷന് വേണ്ടുന്ന മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ ടാലൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. ഞങ്ങൾ ഓപ്പൺ എവിടെ ഉണ്ട് എന്നുള്ളതൊന്ന് എക്സ്പ്രസ് ചെയ്യാനാണ് കേട്ടോ, കൂടുതലായിട്ടൊന്നും പേടിപ്പിക്കുന്നില്ല. താങ്ക് യു. എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ്, ലാസ്റ്റ് ക്ലാസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ട കാര്യങ്ങൾ ക്വിക്കായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ജസ്റ്റ് അതിനകത്ത് എക്സാമ്പിൾസ് വരുന്ന നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ PPT ഇതിൽ കാണിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുത്താലും മതി. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗുഡ് ആഫ്റ്റർനൂൺ തന്നെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഇപ്പം കുറേ ലോങ് അവേഴ്സ് ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പം കുറച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കാം, ജസ്റ്റ് നടക്കണമെങ്കിൽ നടക്കാം, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ എന്ത് ഫുഡ് കഴിക്കാം, എത്ര അളവിൽ കഴിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺസേൺസ് അല്ലെങ്കിൽ ഡൗട്ട്, അല്ലെങ്കിൽ കൂടുതൽ പേരും ചിലപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻസ് എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സും കൺഫ്യൂഷൻസും നമുക്ക് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ കാണും. അപ്പം എന്തൊക്കെ ഫുഡ് കഴിക്കാം, എന്തൊക്കെ ഫുഡ് കഴിക്കരുത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എത്ര അളവിൽ കഴിക്കണം, ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ എൻഡ് ഓഫ് ദി സെക്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഈറ്റിംഗ് പാറ്റേൺസ്, ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ എന്തൊക്കെ ഈറ്റിംഗ് പാറ്റേൺസ് ആണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അതായത് സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്സ് ആയിട്ട് ഫുഡ് കഴിക്കുക. നമ്മൾ സാധാരണ മോർണിംഗ്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് അങ്ങനെ ഒരു 3 മീൽസ് ആയിരിക്കും സാധാരണ കഴിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ അതിനെ മോർണിംഗ്, മിഡ് മോർണിംഗ്, ലഞ്ച്, ഈവനിങ്, ഡിന്നർ, ബെഡ് ടൈം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹെവിനെസ് അധികം ഫീൽ ചെയ്യില്ല, ഇൻഡൈജഷൻസ് വരത്തില്ല, ഡൈജഷൻ കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യും. ഹാർട്ട് ബേൺസോ അല്ലെങ്കിൽ നെഞ്ചിരിച്ചിലൊക്കെ നമുക്ക് നൈറ്റ് ടൈമിൽ വരില്ലേ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്പ്ലിറ്റ് മീൽസ് ആയിട്ട് കഴിക്കാൻ പറയുന്നത്. പിന്നെ സ്കിപ്പ് ചെയ്യാതിരിക്കുക, അതാരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു സ്കിപ്പ് ചെയ്യുന്ന ഇപ്പം ഏർലി മോർണിംഗ് സിക്നസ് ഉള്ളവരെന്താണ്, നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ പാടെ ഈ പറഞ്ഞ പോലെ ലിക്വിഡ്സ് ആയിട്ട് ഇപ്പോൾ വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് പകരം കുറച്ചും കൂടെ എന്തെങ്കിലും നട്ട്സോ സോളിഡ് ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം രാവിലെ ഒന്ന് ചൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ക്രാക്കേഴ്സോ നട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മോർണിംഗ് സിക്നസ് ഉള്ളവർ മാത്രം. അപ്പം മീൽസ് നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഇൻ ബിറ്റ്വീൻ നമ്മൾ കഴിക്കാൻ നോക്കുക. അതായത് ഹോം മെയ്ഡ് ആയിട്ടുള്ളത്, നട്ട്സ്, സീഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് കൂടുതലുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ അൺഹെൽത്തി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുപാട് ഷുഗറി ആയിട്ടുള്ളത്, പ്രിസർവേറ്റീവ്സ് കൂടുതലുള്ളത്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൂപ്പുകൾ, ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ടൈമിൽ ഫുഡ് കഴിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഏർലി ഡിന്നേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ നെഞ്ചിരിച്ചിൽ, അതായത് ഹാർട്ട് ബേൺസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏർലി ഡിന്നേഴ്സ്. അതെപ്പോൾ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കിടക്കുന്നതിനും നമ്മുടെ ബെഡ് ടൈമിനും ഒരു 3 hours മുന്നേ ഡിന്നേഴ്സ് ഫിനിഷ് ഓഫ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഹാർട്ട് ബേൺ അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹെൽത്തി സ്നാക്സ് എടുക്കുക. അത് മീൻസ് നമ്മൾ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ക്രേവിങ്സ്, അവേർഷൻസ് ഒക്കെ വരും. ആ ഒരു ടൈമിൽ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുക, അല്ലെങ്കിൽ നമ്മളത് വീണ്ടും നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആകും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം അത് അലോ ചെയ്യുക നമ്മുടെ ഡയറ്റിൽ. അല്ലാത്തപ്പോൾ മാക്സിമം ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി ബാലൻസ് ഡയറ്റ്, അതായത് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റാണ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ഇപ്പം ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉള്ളവർ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, വേറെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർ അല്ലാതെ ബാക്കി എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് നോർമൽ ബാലൻസ് ഡയറ്റാണ്. അതായത് ഇപ്പം സിറിയൽസ്, പൾസസ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്, ഓയിൽസ് ആൻഡ് സീഡ്സ്, ഇങ്ങനെ എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഡെയിലി നമ്മുടെ ഡയറ്റിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനി നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം സിറിയൽസ് എന്ന് പറയുന്നത്
റൈസ് ആവാം, അല്ലെങ്കിൽ വീറ്റ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്സ് ആവാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമുക്ക് സിറിയൽ കാറ്റഗറിയിൽ വരുന്നത്. അപ്പം എക്സ്ട്രാ നമ്മളൊരു 300 grams എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കപ്പൊക്കെ നമുക്കൊരു 100 to 150 ഒക്കെയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു 100 ഫസ്റ്റ് ട്രൈമസ്റ്ററിലല്ല കേട്ടോ, സെക്കൻഡ് ആൻഡ് തേർഡിലാണ് നമുക്ക് റിക്വയർമെൻറ്റ് കൂടുതലുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും ചിലപ്പം ഒരു അവേർഷൻസ്, ചിലപ്പോൾ മിൽക്ക് അത്രയും കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് പകരം മിൽക്ക് പ്രോഡക്ട്സ് എടുത്താലും മതി. കേർഡ്, പ്ലെയിൻ യോഗട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് പകരം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പൾസസ് എന്ന് പറയുമ്പോൾ ചെറുപയർ, കടല, അങ്ങനെയുള്ള പയറ് വർഗ്ഗത്തിലുള്ള കാര്യങ്ങളാണ് പൾസസ്. ഇതിലെന്ന് പറയുമ്പം ഗ്യാസ് ഫോമിങ് കണ്ടന്റുകളുണ്ട്. അതാണ് കൂടുതൽ പേർക്കും കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുന്നത്. ഇതിനെ കുക്കിംഗ് മെത്തേഡ്സിൽ നമ്മൾ ഒന്നെങ്കിൽ സോക്ക് ചെയ്യുക. സാധാരണ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ സ്പ്രൗട്ട് ചെയ്യുക. സ്പ്രൗട്ട് ചെയ്തിട്ട് റോ ആയിട്ട് യൂസ് ചെയ്യരുത്, കുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗ്യാസ് ഫോമിങ് കണ്ടന്റുകൾ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതി ഒരു ഫുൾ പ്രഗ്നൻസിയിൽ ഇത് അവോയ്ഡ് ചെയ്യാതെ ഇങ്ങനെയുള്ള കുക്കിംഗ് മെത്തേഡ്സിലൂടെ ഇത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം ഈ എഗ്ഗ് ആണെങ്കിൽ ഒരു ഹോൾ എഗ്ഗ് ഫുള്ളായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. അതിന് കൊളസ്ട്രോൾ ഇഷ്യൂസോ വേറെ ഇപ്പോൾ ഹൈപ്പർ ഡിസ്ലിപ്പിഡിയമോ ഉള്ളവരാണെങ്കിലോ ഒക്കെ നമുക്ക് ഒരു ഹോൾ എഗ്ഗ് ഈ ഒരു ഫുൾ പ്രഗ്നൻസി പീരീഡിൽ ആഫ്റ്റർ ഡെലിവറിയിലും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എഗ്ഗ് യോക്കിലുള്ള ന്യൂട്രിയൻസ് ആണ്, കോളിൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ അങ്ങനെ എഗ്ഗ് എന്ന് പറയുന്ന ഹോൾ എഗ്ഗായിട്ട് തന്നെ എടുക്കുക. ചിലർക്ക് വൈറ്റ് ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ അതൊന്ന് കറിയിൽ യൂസ് ചെയ്യാൻ നോക്കുക, അല്ലെ ഓംലെറ്റ് ആയിട്ടോ അതിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ടോ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് അമ്മയും കുഞ്ഞും ഇരട്ടി ആഹാരം കഴിക്കണം എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. സാധാരണ ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് വളരെ കുറവാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു 14 വീക്ക് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു പാറ്റേണിൽ പോയാൽ മതി. എക്സ്ട്രാ നമുക്ക് ക്വാണ്ടിറ്റി വേണ്ട, എക്സ്ട്രാ വേണ്ട ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് വേണം, ഫോളിക് ആസിഡ് വേണം, വൈറ്റമിൻ B12 വേണം. അപ്പം ഇങ്ങനെയുള്ള ന്യൂട്രിയൻസിൻ്റെ നീഡ്സ് അവിടെ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ക്വാണ്ടിറ്റി നമ്മൾ അവിടെ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ ബേബിയുടെ ഗ്രോത്ത്, ഫീറ്റൽ ഗ്രോത്ത് കൂടുതലും സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കുഞ്ഞിന് വെയിറ്റ് നോർമൽ ആവണം എന്നാണ്. അപ്പം അമ്മയുടെ വെയിറ്റ് കൂടുന്നത് ചിലപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കൂടണമെന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കുഞ്ഞിൻ്റെ ഫീറ്റൽ ഗ്രോത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് നെക്സ്റ്റ് സ്ലൈഡുകളിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12, അപ്പോൾ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇനി പോകെ ഓരോ സ്ലൈഡ്സിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എനർജി റിക്വയർമെൻറ്റ്, പ്രോട്ടീൻ റിക്വയർമെൻറ്റ്, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു. റൈസ്, വീറ്റ്, ഓട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു 300 gram അല്ലെ 350 gram ഒക്കെ നമുക്കൊരു കോമൺ ആയിട്ട് ഒരു എമൗണ്ട് പറയാമെന്നേ ഉള്ളൂ. പക്ഷെ പേഴ്സൺ ടു പേഴ്സൺ അവരുടെ ഹൈറ്റ്, ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം വെച്ചിട്ട് ഇതെല്ലാം വേരി ചെയ്യും. ഓക്കെ, നമുക്ക് എക്സാക്റ്റ് ഇത്രയും ആണ് വേണ്ടത് എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് റിക്വയർമെൻറ്റ് കുറവാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു 9.5 gram ആണ് നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് എക്സ്ട്രാ നമുക്ക് പ്രോട്ടീൻസ് വേണ്ടത്. പിന്നെ തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ 22 gram ആണ് എക്സ്ട്രാ ഇപ്പോൾ പ്രോട്ടീൻസിൻ്റെ നീഡ്സ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി എത്ര എടുക്കണം എന്നുള്ളത് ഞാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ എഗ്ഗ്, ഫിഷ്, ചിക്കൻ, പൾസസ്, ഇതൊക്കെയാണ് പ്രോട്ടീൻ്റെ സോഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എഗ്ഗിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയാമോ? 6. ഓക്കെ, ജിമ്മിൽ പോണവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് എക്സ്ട്രാ 9.5 ആണ് പ്രോട്ടീൻ വേണ്ടത്. അപ്പം നമുക്ക് ഒരു ഹോൾ എഗ്ഗ് എടുക്കാം, 2 എഗ് വൈറ്റും കൂടെ എക്സ്ട്രാ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 22 gram ആണ് തേർഡ് ട്രൈമസ്റ്ററിൽ വേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ അത്രയും കൂടെ എഗ്ഗ് തന്നെ ഇൻക്രീസ് ചെയ്യണമെന്നില്ല കേട്ടോ, ഫിഷോ ചിക്കനോ അതിന് പകരമുള്ള അത്രയും ക്വാണ്ടിറ്റി എടുക്കുക എന്നുള്ളത് എപ്പോഴും
നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ബാക്ക് വരെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ കൺസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയാണ് നമ്മൾ എസെൻഷ്യൽ ന്യൂട്രിയൻസിലേക്ക് പോകുന്നത്. ഇതൊന്നും നമുക്ക് സപ്ലിമെന്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. കോളിൻ എന്ന് പറയുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അതായത് കുഞ്ഞിൻ്റെ ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതായത് കുഞ്ഞുങ്ങൾക്ക് ആഫ്റ്റർ ബർത്ത് ആണെങ്കിൽ കൂടി നമുക്കൊരു 6 മന്തും അവരുടെ ഒരു 1 to 4 ഇയർ വരെയും കഴിക്കാൻ പറ്റുന്ന ന്യൂട്രിയൻസ് ആണ് ഫോളിക് ആസിഡ്, ഈ കോളിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫുഡാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എഗ് യോക്ക് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഫുള്ളായിട്ടൊരു ഹോൾ എഗ്ഗ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. സാധാരണ നമുക്കൊരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്ന് പറയുമ്പോൾ കൂടുതൽ പേർക്കും വൊമിറ്റിങ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ നോസിയ അങ്ങനെയുള്ള ഇഷ്യൂസ് വരും. പക്ഷേ നമുക്ക് അങ്ങനെ വരുന്ന ഫുഡുകൾ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ ജസ്റ്റ് ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവോയ്ഡ് ചെയ്ത് നമ്മളൊരു തേർഡ് ട്രൈമസ്റ്റർ വരെ പോകരുത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബനാന അല്ലെങ്കിൽ യോഗട്ട് അല്ലെങ്കിൽ എഗ്ഗ്, വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് യോഗട്ടും ബനാനയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഫുഡ് ഐറ്റമാണ്. നെക്സ്റ്റ് ഫോളിക് ആൻഡ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഇനിഷ്യലോട്ട് എല്ലാവരും സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു ഫോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലെമൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓവർ കുക്ക് ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ലോസ് ആകും ഫോളിക് ആസിഡ്. അതിന് ഏറ്റവും എക്സാമ്പിളാണ് നമ്മൾ മുട്ട ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ യോക്കിൻ്റെ കളർ എന്താ സാധാരണ? യോക്കിൻ്റെ ഔട്ടർ കവറിങ് എന്താ? നിങ്ങൾ സാധാരണ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ ഗ്രീൻ ആണോ അതോ യെല്ലോ ആയിട്ട് തന്നെയാണോ? ഗ്രീൻ മീൻസ് ഒരു ബ്ലാക്ക് ഒരു ഷെയ്ഡ് വരില്ലേ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ? അപ്പം ആ ഒരു ഓവർ കുക്ക് ചെയ്ത് ഫോളിക് ആസിഡ് അതിൽ നിന്ന് ലോസ് ആകുമ്പോഴാണ് ആ ഒരു കളർ വരുന്നത്. അപ്പം അത്രയും ഒരു കളർ വരാതെ നമ്മൾ സോഫ്റ്റ് ബോയിൽ ചെയ്തിട്ട്, അത് റോ ആയിട്ട് എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്, സോഫ്റ്റ് ബോയിൽ ചെയ്തിട്ട് ഇനി എഗ്ഗ് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഓവർ കുക്ക് ആവാതിരിക്കുക. ഫോളിക് ആസിഡുള്ള ഫുഡുകളൊന്നും തന്നെ, അതായത് പ്രത്യേകിച്ച് ലീഫി വെജിറ്റബിൾസ് നമ്മൾ ഒരുപാട് അത് കുക്ക് ചെയ്യാതിരിക്കുക. ജസ്റ്റ് അതൊന്ന് കുക്കാവുന്നവരെ, ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒന്നും കൂടെ എൻഹാൻസ് ആവുന്നവരെ. ഈ ബ്രോക്കലിയൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതും ഇതുപോലെ തന്നെ ജസ്റ്റ് ബോയിൽ ചെയ്യുന്നതിലും ഏറ്റവും ബെറ്റർ അത് സ്റ്റീം ചെയ്യുന്നതാണ്. നമുക്ക് കാണാൻ പറ്റും അതിനകത്തുള്ള കളർ അത്രയും എൻഹാൻസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുക്കിംഗ് മെത്തേഡ്സിൽ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അയഡിൻ ഓൾറെഡി നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ പോലെ മറൈൻ ഫിഷുകൾ അല്ലെ യോഗട്ട്സ്, സോയാബീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സോഴ്സുകൾ. അപ്പോൾ സോഴ്സുകൾ വേണ്ടവർ ജസ്റ്റ് ഫോട്ടോ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടൈമിൽ അയഡിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അമ്മയുടെ തൈറോയ്ഡ് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റത്തിന് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒന്നും വരാതെ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു ഫുഡാണ്. ഓക്കെ, എന്താണ് അയഡിൻ എന്ന് പറയുന്നത്? ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞു, പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പ്രോട്ടീൻ നമ്മൾ ഫസ്റ്റ് സ്ലൈഡോട്ടേക്ക് വെക്കുന്നതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അത്രയും ഗ്രാംസ് ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സോഴ്സുകൾ എഗ്ഗ്, ഫിഷ്, ചിക്കൻ, പൾസസ്. അപ്പോൾ അതിൽ മുതിര അല്ലെങ്കിൽ ചെറുപയർ, കടല അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാൻ. നട്ട്സ് ആണെങ്കിൽ ആൽമണ്ടും വാൾനട്ടും നമ്മൾ സാധാരണ സോക്ക് ചെയ്തിട്ട് തന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കുക. അതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ആൻറ്റി ന്യൂട്രിയൻസും ഗ്യാസ് ഫോമിങ് കണ്ടന്റുകളും ഉണ്ട് ഔട്ടർ കവറിങ്ങിൽ. അപ്പോൾ ആൽമണ്ടും വാൾനട്ടും ഒക്കെ എപ്പോഴും ഒന്ന് സോക്ക് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഡയറ്റിൽ നല്ലത്. ഓക്കെ, അയൺ, ഫോളിക് ആസിഡ് പോലെ തന്നെയാണ് അയണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു പ്രീമച്വർ ഡെലിവറി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് അയണിനുണ്ട്. അതുപോലെ തന്നെ അമ്മ അനീമിക് ആവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അയൺ എന്ന് പറയുന്നത്. അയണിൻ്റെ അബ്സോർപ്ഷന് എല്ലാവർക്കും അറിയാൻ പറ്റും. അയണിൻ്റെ അബ്സോർപ്ഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ന്യൂട്രിയൻ്റാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പം നമ്മൾ പറയില്ലേ ഫുഡിനോടൊപ്പം ചായ എടുക്കരുത്, കോഫി കൂടുതൽ എടുക്കരുത് എന്ന് വെച്ചാൽ അയണിൻ്റെ അബ്സോർപ്ഷനെ ബോഡിയിൽ കുറയ്ക്കുന്ന ആൾക്കാരാണ് ഈ ടീ, കോഫി എന്നുള്ള കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു 50% ഒക്കെ ഇത് നോൺ വെജിലും ഉണ്ട് അയൺ, വെജ് സോഴ്സിലും ഉണ്ട്. അപ്പോൾ സാധാരണ നോൺ വെജിൽ അയണാണ് ബോഡിക്ക് കുറച്ചും കൂടി ഇഷ്ടം.
വെജ് സോഴ്സിലുള്ള അയൺ ബോഡി ഒരു 50% ഒക്കെ അബ്സോർബ് ചെയ്യൂ. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ചിലപ്പോൾ ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരായിരിക്കും, പക്ഷെ അയണിൻ്റെ ലെവലും HB ഒക്കെ വളരെ ലോ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതിവിടെ അബ്സോർപ്ഷൻ കൂടുതൽ നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ടീ കോഫി എടുക്കുന്നതിന് പകരം ഒരു ലൈം ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ അതിന് പകരം എടുക്കുക. അല്ലെങ്കിൽ മിഡ് മോർണിംഗ് ടൈമിൽ പേരയ്ക്ക, ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളൊരു ഫ്രൂട്ടാണ് പേരയ്ക്ക അല്ലെങ്കിൽ ഓറഞ്ച്. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലും നമ്മൾ ആ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ കഴിക്കുക. അയൺ ഇഷ്യൂസ് ഉള്ളവർ നോർമലായിട്ടുള്ള എല്ലാവർക്കും എടുക്കാം. പിന്നെ ലഞ്ചിൻ്റെ ടൈമിലാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ടൊമാറ്റോ. അപ്പോൾ ടൊമാറ്റോ ഒരെണ്ണം ആഡ് ചെയ്ത് ഒരു സാലഡ് കഴിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് ഡയറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി കാൽസ്യം സപ്ലിമെൻറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും. ആഫ്റ്റർ ഡെലിവറി നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സപ്ലിമെൻ്റ് ആണ് കാൽസ്യം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞു, ഈ പ്രോട്ടീൻ്റെ ഇത്രയും സോഴ്സുകൾ തന്നെയാണ് കൂടുതലും കാൽസ്യത്തിൻ്റെ സോഴ്സുകൾ. കോമൺ ആയിട്ടുള്ള കുറേ സോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഒരു കാര്യം കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ യോഗട്ട് അല്ലെങ്കിൽ കോട്ടേജ് ചീസ് അല്ലെങ്കിൽ കേർഡ് അല്ലെങ്കിൽ എഗ്ഗ്, ഫിഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും കാൽസ്യത്തിൻ്റെ സോഴ്സുകളാണ്. നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കൂടുതലും വരുന്നതെന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനും, ഞാൻ അയണിൻ്റെയും വൈറ്റമിൻ സിയുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ കാൽസ്യവും വൈറ്റമിൻ ഡിയും. വൈറ്റമിൻ ഡി നമുക്കറിയാം കുറച്ചും കൂടി ഒരു ടയർഡ്നെസ് ഒക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. കൂടുതലും എന്തെങ്കിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ ആ സപ്ലിമെൻറ്റ്സ് എടുക്കുക. പിന്നെ ഹെയർ ലോസ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി പ്ലസ് അതിൻ്റെ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് കാൽസ്യമാണ്. അതാണ് നമ്മൾ കൂടുതലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും കോമൺ ആയിട്ടുള്ള വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എന്താ വാട്ടറിൻ്റെ കൂടെ എടുക്കുന്നതിലും കുറച്ചും കൂടെ ബെറ്റർ മിൽക്കിൽ എടുക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യമാണ് അതിൻ്റെ അബ്സോർപ്ഷനെ കൂട്ടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് രണ്ടും. എഗ്ഗാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഒരു സൂപ്പർ ഫുഡായിട്ട് കേട്ടത്. കാരണം എല്ലാ ന്യൂട്രിയൻസും ഉള്ള വളരെ നമുക്ക് ചീപ്പ് ആൻഡ് കോമൺ ആയിട്ടുള്ളൊരു ഫുഡാണ് എഗ്ഗ്. അപ്പോൾ അത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ നോർമൽ സൺലൈറ്റ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഇപ്പം ചിലപ്പോൾ കൂടുതൽ പേര് 9 to 5 ജോബ് ഉള്ളവരായിരിക്കും, സൺലൈറ്റ് അത്ര എക്സ്പോഷർ ഉണ്ടാവില്ല. അപ്പോൾ ഫുഡിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് കൂടുതലുള്ള കൺസേൺസ്, അതായത് മോർണിംഗ് സിക്നെസ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഹാർട്ട് ബേണ്, അബോഷൻസ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം, അതായത് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത് ഹാർട്ട് ബേൺ അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ നൈറ്റ് ടൈമിൽ അത്ര ഹെവി ആയിട്ട് ഓയിലി ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഡിന്നർ ഫുഡിൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ട് ബേൺ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ മോർണിംഗ് സിക്നെസ്, അപ്പോൾ ആ ഒരു ടൈമിൽ എഴുന്നേറ്റ പാടെ നമ്മൾ ടീ കോഫിയിൽ സ്റ്റാർട്ട് ചെയ്യാതെ സോളിഡ് ആയിട്ടുള്ള ഫുഡുകളിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോൺസ്റ്റിപ്പേഷൻ, ആ ഒരു ടൈമിൽ നമ്മുടെ ഫ്ലൂയിഡ്സിൻ്റെ റിക്വയർമെൻറ്റും കൂടുതലാണ്. കാരണം നമ്മുടെ വെയിറ്റ് ഇൻക്രീസ്ഡ് ആവുകയാണ്. 1 ലിറ്റർ നമ്മുടെ ഒരു ബോഡിയിൽ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കേണ്ടതെന്ന് അറിയാവോ? 2 ലിറ്റർ ആണോ? 2.5 ആണോ? പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി വെയിറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തരും കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ ബോഡി വെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക 35 കൊണ്ട്. ഓക്കെ, എല്ലാവരും ലെസ് ദാൻ 60 ഇയർ ആയതുകൊണ്ട് എന്നാൽ നമുക്ക് അത്രയും ഫ്ലൂയിഡാണ് കുടിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ബോഡി വെയിറ്റ് 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയും ലിറ്റേഴ്സ് ആണ് നമ്മൾ എന്താ കുടിക്കേണ്ടത്. ലിറ്റേഴ്സ് അത് 2000 ആയിരിക്കും വരുന്നത്. അപ്പോൾ 2.1 ലിറ്റർ അങ്ങനെ. ഓക്കെ, അപ്പോൾ അത്രയും ലിറ്റേഴ്സ് ഫ്ലൂയിഡ്സ് നമ്മുടെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് സെക്കൻഡ് ആൻഡ് തേർഡ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡിലൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് ആയിരിക്കും കുടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോർമൽ പ്ലെയിൻ വാട്ടറായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൂടുതൽ ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകളാണ് ലിസ്റ്റുകൾ. അതായത് മെർക്കുറി കണ്ടൻറ്റുള്ള, നമ്മൾ കൂടുതലും ചിലപ്പോൾ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാകും. നമ്മുടെ പ്രഗ്നൻസി ടൈം തൊട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ കൂടുതലും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതായത് നമ്മളിപ്പം മെർക്കുറി കണ്ടൻറ്റുള്ള, അതായത് കൂടുതൽ വലിയ ഫിഷുകൾ, ഷാർക്ക്, തെരണ്ടി, അങ്ങനെയുള്ള ഫിഷുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. റോ ആയിട്ട് എന്താ ഈ പറഞ്ഞ പോലെ നമ്മൾ മീറ്റ് അല്ലെങ്കിൽ റോ എഗ്ഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റോ ആയിട്ട് കൺസ്യൂം ചെയ്യാതിരിക്കുക. ഇൻഫെക്ഷൻസും സാൽമണല്ല, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ്. ഞാൻ സോഫ്റ്റ് ബോയിലാണ് പറഞ്ഞത് കേട്ടോ, റോ ആയിട്ട് എഗ്ഗ് എടുക്കരുത്. പിന്നെ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഓർഗൻ മീറ്റ്സ്,
അതും നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് അത്രയും ഇഷ്യൂസ് വരുന്നില്ല. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കൂടുതൽ അളവിൽ ഓർഗൻ മീറ്റ്സ് കഴിക്കാതിരിക്കുക. വൈറ്റമിൻ എ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോംപ്ലിക്കേഷൻസ്, അബോർഷൻ പോലുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓർഗൻ മീറ്റ്സ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, കോമൺ ആയിട്ടുള്ള തന്നെ കേട്ടോ. ടീ കോഫിയൊക്കെ എല്ലാവരും ഇപ്പോഴും കുടിക്കുന്നുണ്ടോ? മാക്സിമം അളവ് കുറയ്ക്കുക. കഫീൻ കണ്ടന്റ് ഉള്ളത് ഇപ്പോൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് പ്രത്യേകിച്ച്, പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കോഫി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും കഫീൻ കണ്ടന്റുകൾ കൂടുതലുള്ളതുകൊണ്ട് അയണിൻ്റെ അബ്സോർപ്ഷനും വീണ്ടും ബോഡിയിൽ കുറയുക. അപ്പം ലിമിറ്റഡ് സ്ട്രോങ് ആയിട്ടുള്ള കോഫി എടുക്കുന്നവർ കുറച്ചും കൂടെ ലൈറ്റ് കോഫി എടുക്കാൻ നോക്കുക. കൂടുതൽ കപ്പിൽ കുടിക്കുന്നവർ കുറച്ചും കൂടെ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ നോക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ സ്പ്രൗട്ട്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു സ്പ്രൗട്ട് ചെയ്യുക, അപ്പം അതിൻ്റെ ഗ്യാസ് ഫോർമേഷൻ പോകുന്നു. പക്ഷേ കുക്ക് ചെയ്തിട്ട് എടുക്കാനാണ് പറയുന്നത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അതിനകത്തൊരു ബാക്ടീരിയൽ ഗ്രോത്ത്, കാരണം ഒരു 2 days എങ്കിലും എടുക്കും അതൊന്ന് സ്പ്രൗട്ടായി വരാൻ. പുറത്താണ് വെക്കുന്നെങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യുവാണെങ്കിൽ കൂടി ബാക്ടീരിയൽ ഗ്രോത്തിന് ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്പ്രൗട്ട്സ് എപ്പോഴും കുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കഴിഞ്ഞു നമ്മുടെ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോമൺ ആയിട്ട് വരുന്ന അത് 2 ഡൗട്ട് ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുന്നത് ഞാനായിട്ട് പറയാം. പപ്പായയും ഡേറ്റ്സും. ഓക്കെ, അപ്പോൾ പപ്പായ എന്ന് പറയുന്നത് നമുക്ക്, അല്ലെ പൈനാപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ്. പപ്പായ എന്ന് പറയുന്നത് റോ ആയിട്ട് അധികം എടുക്കാതിരിക്കുക. പപ്പയിൽ നിന്നൊരു കണ്ടന്റ് ഉണ്ട്. പക്ഷേ നമുക്ക് റൈപ്പനായിട്ടുള്ള പഴുത്ത പപ്പായ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡേറ്റ്സും അതുപോലെ തന്നെ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജ് തൊട്ടേ നമ്മൾ 2-3 കിലോ കഴിക്കുന്നുള്ളൂ, കൂടുതൽ കഴിക്കുന്നതല്ല. അത്ര അളവേ നമുക്ക് ബോഡിയിൽ ഒരു ഹാൻഡ്ഫുള്ളേ നമുക്ക് സീഡ്സ് ആൻഡ് നട്ട്സ് ഒക്കെ ആവശ്യമുള്ളൂ. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ ആരെങ്കിലും സീഡ്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു 30 grams കൂടുതൽ സീഡ്സ് യൂസ് ചെയ്യാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി എന്തെങ്കിലും കോമൺ ഡൗട്ട്സോ എന്തെങ്കിലും കൺസേൺസോ പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ട് ചോദിച്ചോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സാണ്. ഓക്കെ, താങ്ക് യു. ശരിക്കും പുതിയ സ്റ്റഡീസ് വെച്ച് പറയുന്നത് നമുക്കൊരു ഉച്ച ടൈമിലുള്ള, പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഒരു 10 minutes ശരിക്കും മോർണിംഗിൽ, ഏർലി മോർണിംഗിൽ ആ ഒരു സൺലൈറ്റ്, ഈവനിങ് സൺലൈറ്റും ആണ് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ളത്. ഉച്ചയ്ക്കത്തെ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ UV എക്സ്പോഷർ ഉള്ളതാണ്. അപ്പോൾ ഏർലി മോർണിംഗും ഈവനിങ്ങും ഉള്ള സൺലൈറ്റ് ഒരു 10 minutes എങ്കിലും. അത് നമ്മൾ ഈ നോർമൽ ഫുൾ ലെങ്ത് ഉള്ള സ്ലീവൊക്കെ ഇട്ടുള്ള ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും എക്സ്പോഷർ വരത്തില്ല. അപ്പം കുറച്ചും കൂടെ ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് സൺലൈറ്റ് എക്സ്പോഷർ വരുന്നതായിരിക്കും കുറച്ചും കൂടെ. വേറെ എന്തെങ്കിലും ഫുഡിൻ്റെ ഡൗട്ട് ഉണ്ടോ? Cottage cheese, specifically some cheese, all cheese we can. അതായത് നമുക്ക് കൂടുതലും എല്ലാവരും കഴിക്കുന്നതായിരിക്കും, കാരണം മുകളിലുള്ളവരൊക്കെ കൈയടിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ല നമ്മൾ ഷോപ്പുകളിൽ അൽഫാം ഉണ്ടാക്കുന്നത്. ഓൾറെഡി അവരൊന്ന് കുക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. പിന്നെ നമ്മൾ പറയുമ്പോൾ വീണ്ടും അത് റീഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ കാർസിനോജൻസ് കുറച്ചും